പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവേ, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ തന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ,
വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോൻപുകാലത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ മാനസാന്തരത്തിൻ്റെ 2 തലങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്, അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കണില്ല. അത് ധൂർത്തപുത്രൻ്റെ മാനസാന്തരമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, പച്ചവളമ്പൽ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ അകത്ത് വരുന്നൊരു വിഷയമാണ്, അദ്ദേഹം വാക്കാലുള്ളൊരു മാനസാന്തരമാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്ക യോഹന്നാനും മാനസാന്തരത്തിൻ്റെ 2 വേർഷൻസ് അവതരിപ്പിക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തോട് ഐക്യപ്പെടുന്ന മനുഷ്യൻ്റെ പ്രതീകമായി ഈശോ പറഞ്ഞ കഥയുടെ പ്രധാന കഥാപുരുഷനായിട്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് മുഴുവനും ആശയപരമായ കാര്യങ്ങളാണ്. ഞാൻ അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരെ പാപം ചെയ്തു, അങ്ങയുടെ പുത്രനെന്ന് പേരിന് പോലും ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ ദാസ എന്നെ സ്വീകരിക്കണമേ, എല്ലാം വാക്കുകളാണ്. നാളെ അദ്ദേഹം അത് ചെയ്യുമായിരിക്കും. അപ്പോൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ കഥ മുന്നോട്ട് പോണത്. പക്ഷേ സുവിശേഷത്തിലെ വാക്കുകളൊന്നും പറയാതെ നിശബ്ദമായ പ്രവൃത്തികളിലൂടെ തൻ്റെ മാനസാന്തരം അറിയിക്കുന്ന ഒരാളാണ് ബെഥനിയിലെ മറിയം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധവാരത്തിലെ പള്ളികളിലെ ബെഥനിയയിലെ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. സുവിശേഷത്തിലെ അനുദിന സുവിശേഷത്തിലെ ബെഥനിയിലെ മറിയം, ഈശോ ബെഥനിയിലെ മറിയത്തിൻ്റെ ലാസറിൻ്റെ വീട്ടിൽ വരുമ്പോൾ മറിയം എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. മറിയം 300 ദിനാറ വിലപിടിപ്പുള്ള ഒരു വർഷത്തെ മുഴുവനും കഠിനാധ്വാനത്തിൻ്റെ പണം മുഴുവനും കൊണ്ട് വാങ്ങിയ നാർദിൻ സുഗന്ധ തൈലം കർത്താവിൻ്റെ കാലുകളിൽ പൂശു. എന്നിട്ട് തലമുടി കൊണ്ട് അത് തുടക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും മിണ്ടത്തില്ല മറിയം, ശാന്തമായിട്ടാണ് ചെയ്യണത്. ചിലപ്പോഴും അവിടെ കണ്ണ് നിറഞ്ഞു കാണും, കണ്ണീരും നാർദിൻ സുഗന്ധത്തിൻ്റെ കൂടെ കർത്താവിൻ്റെ കാൽക്കൽ വീണ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കാൻ വിട്ടുപോയതാണ് അവളുടെ ഒരു കുഴപ്പം. കർത്താവ് ഒരാഴ്ചക്ക് മുമ്പ് അവരുടെ വീട്ടിൽ വന്നതാണ്, ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴേ. പക്ഷെ അന്ന് മറിയം എല്ലാവരും ഓടിപ്പോയി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് കർത്താവിനെ സ്വീകരിച്ചപ്പോഴും ബൈബിൾ പറയുന്നുണ്ട് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. യോഹന്നാൻ 11:20 യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത ചെന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മാർത്തയുടെ കൂടെ മറിയത്തെ അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ യോഹന്നാന് സത്യം പറയാതിരിക്കാൻ പറ്റിയില്ല. എഡിറ്റ് ചെയ്യാതെ ഒരു നയവും ഇല്ലാതെ യോഹന്നാൻ പറഞ്ഞു മറിയം ഉണ്ടായിരുന്നു, പക്ഷെ മറിയം എഴുന്നേറ്റ് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ എഴുന്നേറ്റ് വന്നില്ല എന്ന് തന്നെയല്ല, അവർക്കൊരു പണിയില്ല, വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് പറയണത്. അതിൽ നന്ദികേടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവളങ്ങനെ കാണിച്ചത് നമുക്ക് പറയാം കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോൾ കൂടുതൽ സ്നേഹമുള്ളവർ ചില സമയത്ത് കർത്താവ് ലാസർ ക്ഷീണമായിട്ട് കിടന്നപ്പോൾ മാർത്ത ആളയച്ചെങ്കിൽ ഇവരൊത്തിരി പ്രതീക്ഷിച്ചായിരുന്നു കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം ചില പറഞ്ഞ് അപ്പം അവസാനം വരാതെ മരിച്ചു പോയില്ലേ. അപ്പം ആൾക്കാർ പറഞ്ഞ് അടക്കത്തിനെങ്കിലും ഈശോ വരാതിരിക്കത്തില്ല എന്ന്. അപ്പം ഇവർ രണ്ടുപേരും ഒത്തിരി കണ്ണ് നൊന്ത് കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
കാര്യം എന്തെല്ലാം സംഭവിച്ചാലും ഈശോ വന്ന അവരുടെ ഒരു ഏറ്റവും കണ്ണീരിൻ്റെ ഒരു സമയമാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പക്ഷേ ഈശോ വന്നില്ല. അതുകൊണ്ട് മറിയത്തിന് ഭയങ്കര സങ്കടവും ഉള്ളിലെ ദേഷ്യമാണ്. അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ കാണിക്കാം, പക്ഷേ ഈശോയോട് കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈശോ എന്ത് ചെയ്യുമെന്ന് നമുക്കൊരു പിടിയില്ല. അതാണ് പ്രശ്നം. ഇവൾ വിചാരിച്ചത് ഇത് കുഴിച്ചു മുഴിയപ്പോൾ ലാസറിൻ്റെ സംഭവം തീർന്നെന്നാണ്. കാര്യം ഈശോ വന്നില്ലല്ലോ. നമ്മുടെ പലപ്പോഴും നമുക്ക് വരുന്നൊരു അബദ്ധം, ചില ആൾക്കാർ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ചില കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ എന്നാത്തിനാ പ്രാർത്ഥിച്ചിട്ട്, ഇതല്ലേ ഗതി എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലാ, കോളേജിൽ അല്ലെങ്കിൽ വിസ പാസ്സായില്ലെങ്കിലാ ഉടനെ ഇവർ ദൈവത്തോട് ഇതുപോലെയുള്ള ഒരു സ്ട്രൈക്ക് കാണിക്കും. എന്നാത്തിനാ പ്രാർത്ഥിച്ചു, എല്ലാവരും കയറിപ്പോയി, ഞാൻ മാത്രം കരയിലായെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ ടൈപ്പാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമല്ലോ. അതാണ് ഏറ്റവും വലിയ. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. കാര്യം നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയാമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയണ പാട്ട് നിൽക്കത്തില്ല ഇത്. കാര്യം എന്താ? ഈശോയ്ക്ക് അറിയാം എപ്പോഴാണ് വരേണ്ടതെന്ന്. നിനക്ക് എപ്പോഴാണ് ജോലി കിട്ടേണ്ടത്, നീ എപ്പോഴാണ് കിട്ടേണ്ടത്, നിനക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാവേണ്ടത്, എല്ലാം ദൈവത്തിനൊരു കണക്കുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ മനസ്സിലെ കണക്കിനോട് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വേറെ ആൾക്കാരുടെ മനസ്സിലാണ് നമ്മുടെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ജോലി കിട്ടി, അവർ കെട്ടിപ്പോയി, ഇവർക്ക് വിസ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷനല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ഉണ്ടാക്കണമല്ലല്ലോ. നാട്ടുകാരുണ്ടാക്കുന്ന ടെൻഷന് ദൈവം എന്ത് ചെയ്യാനാണ്? നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് കൊണ്ട് നീ അവിടെ കൂടെ ചടിയതല്ലേ. ഇതുപോലെ ഉള്ള സംഭവമാണ് മറിയവും കെറിയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ആലപ്പുഴ ലാംഗ്വേജാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ മനസ്സ് നീരസമായിട്ട് മാറി നിൽക്കത്തില്ല, സഹകരിക്കാതെ. അതിന് ഈ നാട്ടിൽ പറയുന്നൊരു വാക്കാണത്. എല്ലാവർക്കും അതറിയാവുന്ന അറിയത്തില്ല. എന്തായാലും ഇതാണ് സംഭവം. പക്ഷെ നമ്മളും ഇതുപോലെ നമ്മൾ കാണിക്കും ദൈവത്തോട്. എന്തെങ്കിലും മകളുടെ കല്യാണം നമ്മൾ ആ ചെറുക്കൻ നല്ല ചെറുക്കനായിരുന്നു, ആ ചെറുക്കൻ നല്ല ചെറുക്കനാണ്, ഇവളെ പിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞ് ചെറുക്കൻ വരുന്ന കാണുമ്പോൾ ഇവൾ വലിയ സ്റ്റൈല് കാണിക്കും. അങ്ങനെ ആ കല്യാണം പോയി കിട്ടി. അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് വെച്ച് ഇവളുടെ കടുത്തേക്ക് കയറാനായി, എന്നപ്പോൾ നിങ്ങൾ എന്നെ കെട്ടിക്കണേ കാണുന്ന ഇവളുമായി. ഇങ്ങനെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനാണ്, പക്ഷെ പച്ചയായ മനുഷ്യൻ ഭ്രാന്തനായ മനുഷ്യനാണ് ചിലർ. ഇവളും അതുപോലെ തന്നെ അഭ്യാസം കാണിച്ചു. കാലം തള്ളിപ്പോയി നടന്നില്ല. അപ്പോൾ ദൈവത്തിനല്ല നിങ്ങൾ കുറ്റം പറയേണ്ടത്. നിങ്ങൾ കാണിക്കുന്ന ഓരോരുത്തരും ചവിട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മളെ കൊണ്ട് നാശകോടാലിയാക്കണത്. ഇപ്പോൾ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെടി നീ ഈ സബ്ജക്റ്റ് എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്താണ് ഗുമ്മുള്ള സബ്ജക്റ്റ് നോക്കി എടുക്കുകയാണ്. നാട്ടുകാരെ കേട്ട് കഴിഞ്ഞാൽ കേട്ടില്ല, തട്ട് കിട്ടുന്ന സബ്ജക്റ്റ്. എന്നാൽ ഈ സംഭവത്തിന് ചെയ്യാനുള്ള കഴിവുണ്ട് അതില്ല താനും. അപ്പം ഈ ആർക്കോ വേണ്ടി ആരുടെയോ മുമ്പിലൊക്കെ ആളാകാൻ വേണ്ടി കാണിക്കുന്ന ഓരോ സംഭവങ്ങൾ, അതുകൊണ്ടല്ലേ പല ആൾക്കാരും നാട്ടിൽ പഠിക്കാത്തത്. പറയണത് എന്താണ്? ജോലി കിട്ടത്തില്ലെന്നാണ് പറയണത്. പിന്നെ അവിടെ ആരും ജോലി കിട്ടേണ്ടിയില്ല. അപ്പം അതല്ല പ്രശ്നം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറേ പേര് വെറുതെ പോയതാണ്. വിദേശത്ത് പോയില്ലേ, കുറേ പേര് വെറുതെ പോയതാണ്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയണേ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ദൈവസംരക്ഷണം കിട്ടാത്ത പലപ്പോഴും. അപ്പം ഇങ്ങനെ വെറുതെ പോയി പണി മേടിച്ചിട്ട് ആൾക്കാർ നിങ്ങൾ നല്ലവണ്ണം അനുതാപപ്പെട്ടിട്ട് നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തും, ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കരുതലായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. എന്നാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ വെറുതെ മത്സരം പിടിച്ച് ഇരുട്ട് കൊണ്ട് ഉട്ടടച്ച് പിന്നെയും ഒരു അരിശം കൊണ്ട് ചാടിയിട്ട് പല അരിശം എടുത്തിട്ട് കാര്യമില്ല. അവിടെ മറിച്ച് എല്ലാം നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ മനസ്സ് അംഗീകരിച്ചിട്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങൾ ഈ എല്ലാ തരത്തിലും ഒരു ദൈവത്തിന് സ്വീകാര്യമായ ഒരു വ്യക്തിയായിട്ട് മാറണം. നോൻപ് കാലത്ത് ആ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. മറിയത്തിനുണ്ടായത് എന്താണ്? മറിയം ഇങ്ങനെ കെറിയിച്ചും കർത്താവിനോട് മറുത്ത് ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്നെങ്കിലും കർത്താവ് അവളെ വിളിക്കാൻ പറഞ്ഞ്. അതാണ് ഞാനാണ് കർത്താവ് സത്യമായിട്ട് വിളിപ്പിക്കത്തില്ലായിരുന്നു. ഇരിക്കണൊക്കെ അവിടെ ഇരുന്നിട്ടെന്ന് വിചാരിക്കും, അവൾക്ക് അതിനുള്ള യോഗമില്ലെന്ന് പറയും. പക്ഷെ ഈശോ എന്തോ ഒരു വലിയ ആളാണ്. അവളെ വിളിച്ചു എളിമയോടെ. അവളെ ഇപ്പിച്ച് തോപ്പിച്ച് നോക്കിയാ, പക്ഷെ അവളെ വിളിച്ചു.
ഇതിൽ ഈ മാർത്തായോട് പറഞ്ഞ മുഴുവൻ അവളോടും പറഞ്ഞു. ഒരു കാര്യമില്ലേ, ഈശോരം പറഞ്ഞാൽ ചോദിക്കുമ്പോൾ മാർത്താടി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പറഞ്ഞതാണ്, നിങ്ങൾ നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോൾ മാർത്ത പറയും, അന്തിമ നാളിൽ പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പോഴും മാർത്ത പറഞ്ഞു, ഞാൻ അങ്ങ് ലോകത്തിലേക്ക് വരുന്ന മിശിഹായാണെന്ന്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് തീർന്ന ആ ക്ലാസ് കഴിഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് മറിയം വരുമ്പോൾ വീണ്ടും ഈശോ ആ ക്ലാസ് ആവർത്തിക്കും, അവർക്ക് വേണ്ടി മാത്രം. എന്ത് ഈശോയാണ് നമുക്കൊരു പിടിയില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ അവൾ പറയും, പക്ഷേ ഉയർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഇവൾ സംസാരിച്ചിട്ടില്ല. ഇവരൊക്കെ ഇരുട്ടത്തെ അട്ടിക്കിട്ടിയ പോലെ, മുതുകത്ത് അട്ടിക്കിട്ടിയ പോലെ. എന്താണ്, ഇത്രയും തനിക്ക് വേണ്ടി മാത്രം തന്നെ വിളിപ്പിച്ചു, തനിക്ക് വേണ്ടി മാത്രം അത് വീണ്ടും ആ സിലബസിൽ ആ ക്ലാസ് എടുത്തിട്ട് അവസാനം തൻ്റെ ആങ്ങളെ ഉയർപ്പിച്ച് കൈ തന്നില്ലേ. ആ കർത്താവിനോട് താൻ വന്നപ്പോൾ പോയില്ലല്ലോ, താനാണല്ലോ നിജത്രം കാണിച്ചത്, നന്ദികേട് കാണിച്ചതെന്ന് ഓർത്തിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ അവൾ ചെയ്ത അക്കൈ പ്രയോഗമാണ്. കർത്താവിനെ വീട്ടിലോട്ട് വിളിച്ച് വിരുന്നിനെ വിളിച്ചിട്ട്, എന്തിനാ ഈ മറിയമായിരിക്കും ഈ വിരുന്നിനൊക്കെ വിളിച്ചിരിക്കണതേ, വിളിച്ച് അവൾ അത്രയും നാൾ പണി ചെയ്ത കാശിൻ്റെ സുഹൃത്താൻ പുകന്ത എടുത്തിട്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ ഒഴുക്കി, എന്നിട്ട് തലമുടി കൊണ്ട് തുടച്ച്. അവൾ സോറി പറയുന്നതിന് വേണ്ടി ചെയ്ത പരിപാടി അതല്ല, കർത്താവിൻ്റെ നിലവാരത്തിന് പറ്റിയൊരു സോറി ആയിരുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുന്ന കൊള്ളാം, പക്ഷെ എൻ്റെ മക്കളെ, കർത്താവിൻ്റെ നിലവാരത്തിനൊത്ത് മറിയത്തിൻ്റെ മാതൃകയിലൊരു മാനസാന്തരം വേണം. എന്നാ സൂപ്പർ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജീന. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പുഞ്ച എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഞാൻ എൻ്റെ CA ഫൈനൽ എക്സാം പാസ്സായ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. ഞാൻ CA ഫൈനൽ എക്സാം 2 തവണ എഴുതി ഫെയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ആൻറ്റിമാരാണ് പറയുന്നത് കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കാൻ. എനിക്കങ്ങനെ എല്ലാവരെയും പോലെ തന്നെ യാതൊരു വിശ്വാസമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കൃപാസനത്തെ പറ്റി എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3ാമത്തെ തവണ CA ഫൈനൽ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതൊരു ലാസ്റ്റ് ചാൻസ് പോലെ, എന്നാൽ പിന്നെ ഉടമ്പടി എടുത്തേക്കാം, ആൻറ്റിയൊക്കെ പറയുന്നതല്ലേ, അതുകൊണ്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ എക്സാമിന് പാസ്സാകുമായിരിക്കും റിസൾട്ട് വരുമ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ജനുവരി 2024 എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ ഫെയിലായി. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുത്തു, എല്ലാവർക്കും ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം സാധിച്ചു കിട്ടുന്നു, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ ഉടമ്പടിക്ക് മുന്നേ അല്ലേ എക്സാം എഴുതിയേ, ഒന്നുകൂടെ എഴുതി നോക്കാം. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ ആയിട്ട് എക്സാമിന് പോകാൻ തീരുമാനിച്ചു. അഡ്മിറ്റ് കാർഡ് വന്നപ്പം ജോസഫച്ചനെ വന്ന് കണ്ട് ബ്ലെസ്സിങ് മേടിച്ചായിരുന്നു. അങ്ങനെ എക്സാമായി. എക്സാമിൻ്റെ ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ, ഞാൻ ബസ്സിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, സാക്ഷ്യത്തിലൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു പ്രസൻസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മാതാവ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു അടയാളം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, മാതാവേ അങ്ങനെയൊന്നും എനിക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു സൂചന തരാൻ പറ്റുമോ? ഞാനിത് പറഞ്ഞ ആ സെക്കൻഡിൽ എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ബസ് വന്നു. ആ ബസ്സിൻ്റെ ബാക്കിലത്തെ ഗ്ലാസ്സിൽ അത്രയും വലുപ്പത്തിൽ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ. അത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഞാനത് പറയുന്നതും ഇത് കാണുന്നതും എല്ലാം ഒരേ സെക്കൻഡിലാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ എനിക്കത് ശരിക്കും മാതാവിൻ്റെ മുന്നിലേക്ക് വരുന്നതായിട്ടാണ് തോന്നിയത്. ആ ഒരു ധൈര്യത്തിൽ ഞാൻ എക്സാം എഴുതി. എനിക്ക് എക്സാം ഈസി ആയിരുന്നു. 2ാമത്തെ എക്സാം എഴുതി, അതും ഈസി ആയിരുന്നു. പക്ഷേ 3ാമത്തെ എക്സാം വന്നപ്പോഴത്തേക്കും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, അതിൽ എനിക്ക് എഴുതാനൊന്നുമില്ല. അപ്പോൾ CA എക്സാമിനൊരു ഇതുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം വീണ്ടും എഴുതണം. ബാക്കി എല്ലാം പാസ്സായെന്ന് വെച്ചാലും ഒരെണ്ണം ഫെയിലായാലും എല്ലാം ഒന്നിച്ച് വീണ്ടും എഴുതണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും കിട്ടത്തില്ല, കാരണം ഈ എക്സാമിന് ഞാൻ ഫെയിലാണ്, എനിക്കതിലൊന്നും എഴുതാനില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, എഴുതണോ വേണ്ടയോ, സെൻറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ, അങ്ങനെയൊക്കെ ആലോചിച്ചു. പക്ഷേ ആകെയുള്ള ധൈര്യം മാതാവ് എൻ്റെ മുന്നിൽ വന്നു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയാണ്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. ജൂലൈ 2024 റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന അന്ന് ഞാനിവിടെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി പുതുക്കി. രാവിലെ റിസൾട്ട് വന്നായിരുന്നു. ഞാൻ ഉടമ്പടി എല്ലാം പുതുക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്.
ഞാൻ പാസ്സായി. CA ഫൈനൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി. അതിന് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ മൂന്നാമത്തെ എക്സാം അത്രയും ടഫായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ നവംബർ 2024 വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തു സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് അധികം പഠിക്കാനൊന്നും പറ്റിയില്ല. ഞാനൊരു 50% പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാനിത് എഴുതണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഭാഗത്തുനിന്ന്, ഞാൻ എങ്ങനെ നിന്നോട് ചോദിക്കും? ലാസ്റ്റ് ടൈം നീ എൻ്റെ കൂടെ വന്ന് എനിക്ക് ചെയ്ത് തന്നു, പക്ഷേ ഇത്തവണ എനിക്ക് ചോദിക്കാനുള്ളൊരു യോഗ്യത പോലും ഇല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ എക്സാം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ എഴുതുന്നില്ല, എഴുതിയിട്ട് ഫെയിൽ ആവാൻ എനിക്ക് വയ്യ. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കുന്ന ആദ്യത്തെ തവണ ഉടമ്പടി എടുക്കാൻ നേരത്ത് പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്കാണ് മാതാവിനെ പിടിക്കാൻ കിട്ടിയത്. അതേപോലെ ഞാൻ മൂന്നാമത്തെ തവണ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അന്നും എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായി. എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ മാതാവിൻ്റെ കൂടെ വരുന്നുണ്ടെന്നൊരു സൂചന തന്നതാണ്, ഞാൻ ചോദിച്ചതിനുള്ളൊരു റിപ്ലൈ ആണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ തീരുമാനിച്ചു. പ്രിപ്പറേഷൻസ് ഒന്നും ആയിട്ടില്ല, പക്ഷേ ഞാൻ എക്സാം എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ബൈബിൾ തുറന്നു നോക്കി. അപ്പം ഞാൻ CA കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യം ഫൗണ്ടേഷൻ മുതൽ ഇന്ന് വരെ എൻ്റെ 11ാമത്തെ എക്സാമാണ് ഈ എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം എക്സാമിന് പോകുന്നതിന് മുമ്പ് ബൈബിൾ തുറന്നപ്പം എനിക്ക് കിട്ടിയത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 11ാം അധ്യായം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ കൃപയുടെ വടിയെടുത്ത് ഒടിച്ചു കളഞ്ഞു, സകല ജനതകളുമായി ഞാൻ ചെയ്ത എൻ്റെ ഉടമ്പടി അസാധുവാക്കി, അത് ഇന്ന് തന്നെ അസാധുവായി. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഉടമ്പടി അസാധുവായി, അല്ലെങ്കിൽ കൃപയുടെ വടി ദൈവം ഒടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കറിയത്തില്ല, മാതാവ് എൻ്റെ കൂടെ വന്നു, ഞാൻ പ്രദക്ഷിണത്തിന് എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടി, പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു വചനം, അപ്പോൾ എനിക്ക് അറിയത്തില്ല ഇതെന്താ ഇതിൻ്റെ അർത്ഥമൊന്നും. അങ്ങനെ ഞാൻ ലാസ്റ്റ് ടൈം പോയ അതേ സെൻറ്ററിൽ തന്നെയായിരുന്നു, അന്ന് പോയ അതേ ബസ് സ്റ്റോപ്പിൽ ഞാനിങ്ങനെ മാതാവ് ആ സെയിം ബസ് കാണൂല, അതേ ടൈമിൽ തന്നെ ഞാൻ പോകുന്നത്, സെയിം ബസ് വരുമല്ലോ, മാതാവിനെ കാണുമല്ലോ, ഇതൊക്കെ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ അത് കണ്ടില്ല, മാതാവിനെ കണ്ടേയില്ല, അങ്ങനെ ഒരു ബസ്സും വന്നിട്ടില്ല, അങ്ങനെ ഒരു ഫോട്ടോയും കണ്ടിട്ടില്ല. പക്ഷേ ആ സമയം ഞാനിങ്ങനെ 11 എന്നുള്ള നമ്പർ കാണുക. ഞാനപ്പം പോകുന്നതിന് മുമ്പ് കണ്ടതും 11 എന്നുള്ള നമ്പർ, എൻ്റെ എക്സാമും 11ാമത്തെയാണ്. അപ്പോൾ ഞാൻ 11 എന്നുള്ളൊരു നമ്പർ, അതും ബ്ലൂവിൽ വൈറ്റ് കളറിൽ എഴുതിയേക്കുന്ന ഒരു നമ്പർ. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒന്നും. പക്ഷേ എക്സാം എല്ലാം പൊതുവേ പാടായിരുന്നു, പക്ഷേ എൻ്റെ ഒരു ഹോപ്പ് മാതാവിൽ മാത്രമാണല്ലോ. അങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട് വന്നത് ആദ്യമായിട്ടാണ് CA എക്സാം രാത്രിയിൽ വരുന്നത്, റിസൾട്ട് രാത്രിയിൽ വരുന്നത്. രാവിലെ വരുമെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്തു. അങ്ങനെ രാത്രിയായി. ഒരു വൈകുന്നേരം 7 മണിയായപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, രാത്രി 11 മണിക്കാണ് റിസൾട്ട് വരുന്നത്. അവിടെയും 11 കണ്ടു. അപ്പോഴത്തേക്കും എനിക്ക്, ദൈവമേ നല്ലൊരു റിസൾട്ടാണോ നീ തരാൻ പോകുന്നത്, ഈ 11 എന്നുള്ളതൊരു നല്ല സൂചനയാണോ, എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ റിസൾട്ട് വരുന്നതിന് ഒരു രണ്ടാഴ്ച മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ ആകാശത്ത് വലിയൊരു മഴവില്ല്. അപ്പോൾ എനിക്കൊരു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാത്രിയിൽ അങ്ങനെ നമ്മൾ മഴവില്ല് കാണുന്ന ഒരു സാധ്യതയും ഇല്ലല്ലോ, എങ്ങനെയാണ് രാത്രിയിൽ മഴവില്ല് കാണുന്നത്? അതേപോലെ ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അച്ഛൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ തലോടുന്ന ഒരു സ്വപ്നം. അപ്പോൾ ഇത് രണ്ടും എനിക്കൊരു പോസിറ്റീവ്നെസ് ആയിരുന്നു. അതേപോലെ റിസൾട്ട് 11 മണിക്ക് വരും എന്നുള്ള നോട്ടിഫിക്കേഷൻ കണ്ടപ്പോഴും ഞാൻ ഈ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു, ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. എന്താ മാതാവ് തരുന്ന സൂചന, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ലാസ്റ്റ് ടൈം എൻ്റെ കഴിവിലല്ല, മാതാവ് ദൈവത്തിൻ്റെ കൃപയാലും എനിക്ക് സാധിച്ചു തന്നു. പക്ഷെ ഇത്തവണ ഞാൻ സെയിം തന്നെ പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് ചെയ്തു തന്നില്ല. എന്താണെന്നൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ ഓർത്തു, പിന്നെ ഞാൻ എൻ്റെ പോരായ്മ കൊണ്ടായിരിക്കും, ഞാൻ ഉടമ്പടിയിൽ പിന്നോട്ട് പോയിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ദൈവം എനിക്ക് വചനത്തിൽ ആദ്യം തന്നതുപോലെ തന്നെ കൃപ ഈ അറ്റംപ്റ്റിൽ വർക്കായിട്ടുണ്ടാവത്തില്ല, ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരണം, അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. അങ്ങനെ മെയ് 2025 ഞാൻ വീണ്ടും എക്സാം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ ആ എക്സാം എൻ്റെ 12ാമത്തെ എക്സാം ആണല്ലോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയാറുണ്ട് 12 എന്നുള്ളത് ഒരു കംപ്ലീറ്റ് നമ്പറാണ്. അപ്പം ഞാൻ പറഞ്ഞു 12 എന്നുള്ളൊരു കംപ്ലീറ്റ് നമ്പറാണ്, ഇതെൻ്റെ 12ാമത്തെ എക്സാമാണ്, ഇനി ഞാൻ എഴുതത്തില്ല, എനിക്ക് മാതാവ് തരുവാണെങ്കിൽ തന്നാൽ മതി, അത് ഞാൻ വേണമെന്ന് പറയുന്നില്ല, എനിക്ക് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് തന്നാൽ മതി, പക്ഷേ ഈ 12ാമത്തെ എക്സാം കൂടി ഞാനിത് നിർത്തും, വീണ്ടും ഞാൻ ഇനി എഴുതത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാമിന് പോകാൻ വേണ്ടി ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്നത് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം 12ാം അധ്യായം. 12ാം അധ്യായത്തിൽ അത് കറക്റ്റ് 12 എന്നുള്ള നമ്പർ കിട്ടിയപ്പോഴേക്കും എനിക്ക് സന്തോഷമായി.
12-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, അന്ന് നീ പറയും ഞാൻ കർത്താവിന് നന്ദി പറയും. അങ്ങനെ ഒരു വചനമായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വേർഡിങ്സ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. ആദ്യത്തെ എക്സാം ഈസി ആയിരുന്നു. പക്ഷേ ഈ എക്സാമിന് തലേദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. തലേദിവസം എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാളിരുന്ന് പഠിച്ചിട്ടും തലേദിവസം ആയപ്പോഴത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നാളത്തെ എക്സാം എഴുതണ്ട, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അന്നേരം ഞാൻ ഓർത്തു, മാതാവ് ഇനി ഒരു ദിവസം കൂടെ, അല്ലെങ്കിൽ ഇനിയുള്ള എക്സാമും ഈ ടെൻഷനോടുകൂടെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ഒരു ദിവസം കൊണ്ട് ഈ കംപ്ലീറ്റ് പോർഷനും കവർ ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അത്രയും ടെൻഷനാണ്. തലേദിവസം ഞാൻ ആ ടെൻഷൻ വന്ന സമയത്തെല്ലാം യൂട്യൂബ് തുറന്നു വെച്ച് സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് ആദ്യത്തെ എക്സാം കഴിഞ്ഞു വന്നു. അന്ന് വൈകുന്നേരം ഒരു നോട്ടിഫിക്കേഷൻ വന്നു, CA എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. അതിൻ്റെ കാരണം അന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നോർത്തിലൊക്കെ പ്രശ്നമായതുകൊണ്ടാണ് എക്സാം മാറ്റിവെച്ചത്. CA എക്സാം ഇന്നോളം എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ല. കൊറോണ ടൈമിൽ പോലും അത് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊരു വലിയ ആശ്വാസമായി. കാരണം എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടി. അങ്ങനെ അപ്പോൾ പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞു. പക്ഷേ ഇനി എന്നാ എക്സാം വരുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് ഒരുപാട് നാളിങ്ങനെ പോസ്റ്റ്പോൺ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ? ഒരു 5 ദിവസം മതി, ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും റീഷെഡ്യൂൾ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. കറക്റ്റ് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാം വീണ്ടും റീഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ എക്സാമും കഴിഞ്ഞു. രണ്ടാമത്തെ എക്സാമും വലിയ കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് ഏറ്റവും ഫൈനൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ബൈബിൾ തുറന്നു നോക്കി. അന്ന് എനിക്ക് കിട്ടി സങ്കീർത്തനങ്ങൾ 108. സങ്കീർത്തനങ്ങൾ 108 കണ്ടപ്പോൾ ഈ നമ്പർ എവിടെയോ എനിക്ക് സ്ട്രൈക്ക് ആവുന്ന പോലെ തോന്നി. 108 എന്തോ കണക്ഷൻ ഉണ്ടല്ലോ. ഞാൻ നോക്കുമ്പോൾ അതെൻ്റെ റോൾ നമ്പറാണ്. 152108 ആണ് എൻ്റെ റോൾ നമ്പർ. ആ സങ്കീർത്തനത്തിലും ഞാൻ ജനതകളുടെ ഇടയിൽ സാക്ഷ്യം പറയും, കർത്താവിന് നന്ദി പറയും എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അങ്ങനെ ജൂലൈ 2025 റിസൾട്ട് വന്നു. ഞാൻ ഇവിടെ തന്നെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ധ്യാനം കൂടിയതിന് ശേഷമാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ CA ക്വാളിഫൈഡ് ആയി. ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് സാധിച്ചത്. എൻ്റെ റിസൾട്ട് വരുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നീല മെഴുകുതിരിയിൽ P എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇങ്ങനെ തെളിഞ്ഞു വന്നു. മെഴുകുതിരി P ആയിട്ട് വന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മെഴുകുതിരി ഇങ്ങനെ ഉരുകി വീഴുന്ന കണ്ടിട്ടില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫോട്ടോ. അത് കറക്റ്റ് P എന്നുള്ള ലെറ്റർ ആയിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇത് പാസ് എന്ന് മാതാവ് എനിക്ക് എഴുതി കാണിച്ചു തന്നതാണ്. അതിനുശേഷം എക്സാം പോസ്റ്റ്പോൺ ആയപ്പോൾ വീണ്ടും എനിക്ക് ഡൗട്ടായി, ഇനി പാസ്സാണോ അതോ എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നുള്ള P ആണോ ഒന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എന്തായാലും ഒരു പോസിറ്റീവ് സൈനായിരുന്നു ഈ ഒരു അടയാളം തന്നിട്ടുണ്ടായിരുന്നേ. ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. അതുവരെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ പോകാൻ പറ്റി. അതേപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് ഓൾഡ് ഏജ് ഹോമിലൊക്കെ വിസിറ്റ് ചെയ്ത് അവിടെ അമ്മമാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും, അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഫുഡ് കൊടുക്കുകയും, അതേപോലെ ക്യാൻസർ രോഗികളുടെയൊക്കെ അവരുടെ അടുത്ത് പോവുകയും അവരെ കാണുകയും അവർക്ക് പത്രം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അതേപോലെ ഓട്ടോ സ്റ്റാൻഡിലും അതേപോലെ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ കൃപാസനം പത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ആത്മീയമായിട്ട് വളരാനും വചനത്തിൽ കൂടുതൽ ആഴപ്പെടാനും, നമുക്കിപ്പം നെഗറ്റീവായിട്ട് എന്ത് സംഭവിക്കുവാണെങ്കിലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകാനും സാധിച്ചു. ഞാനിവിടെ കൃപാസനത്തിന് വരാനുള്ള ആ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ടൈം ഷോർട്ടനിങ് അല്ലെങ്കിൽ ടൈം ഷോർട്ടനിങ് പിന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ആ 2 ഫീച്ചറാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ടൈം ഷോർട്ടനിങ് അല്ലായിരുന്നു, ടൈം ലാഗിങ് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അതും ഒരു ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണെന്ന് അച്ഛൻ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു നമുക്ക് തടസ്സങ്ങൾ വരുന്ന ഈ സാഹചര്യത്തിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി അത് നമുക്ക് മാതാവ് തരുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നൽകിയ കൃപാസന മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ജീന എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മകളുടെ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഈ മകൾക്ക് CA പഠിക്കുവാനുണ്ടായ വലിയ പ്രതികൂല സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ഈശോയുടെ പരിപാലനയെ അനുഭവിക്കുവാനുള്ള വലിയ സാധ്യതകളെക്കുറിച്ചാണ് ഈ മകൾ ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. ഉടമ്പടി സ്വഭാവങ്ങളായ
ഒരുവിധം എല്ലാ നല്ല സ്വഭാവങ്ങളിലും ഈ മകൾ അത് ഏറ്റെടുക്കുവാനും അത് മനസ്സിലാക്കുവാനും നോട്ട് ബൈ മെറിറ്റിലൂടെയാണ്, നോട്ട് ബൈ മെറിറ്റ് എന്ന ആ ഒരു കണ്ടൻറ്റ് ഈ മകളുടെ ജീവിതത്തിൽ വളരെ പ്രത്യക്ഷമായി ഉണ്ടാവുകയുണ്ടായി. കൃപയിലൂടെ മാത്രമേ എനിക്ക് രണ്ടാമത്തെ പരീക്ഷ പാസ്സാകുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ പരീക്ഷ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ, സാമീപ്യത്തിലൂടെ, താൻ ആഗ്രഹിച്ച വിധത്തിൽ എനിക്കൊരു സാമീപ്യം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയുടെ ഒരു വലിയ പോസ്റ്റർ ഒരു ബസ്സിൽ കാണിക്കാനായിട്ട് പരിശുദ്ധ അമ്മ കൃപയരുളിക്കൊണ്ട് ഈ മകൾക്ക് സാമീപ്യം നൽകി. രണ്ടാമത്തെ മൂന്നാമത്തെ പരീക്ഷ എഴുതുമ്പോൾ ഈ മകൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്കിപ്പോഴും സാമീപ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഓരോ തവണ ഫെയിലായപ്പോഴും അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും എങ്ങനെയാണ് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്, ഈശോയോടുള്ള സ്നേഹം എങ്ങനെയാണ് ഞാൻ ആഴപ്പെടുത്തേണ്ടതെന്നും കൃത്യമായി പരിശുദ്ധമ്മയോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള വിധങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും പഠിച്ചെടുക്കുവാനും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുവാനും, എപ്പോഴാണ് ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, വിശുദ്ധ ദിവ്യബലിയിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ ആഴപ്പെടേണ്ടത്, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ആത്മീയമായി വളരാനും താനൊരു വലിയ ഒരു കോഴ്സാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും തന്നെ സ്റ്റാറ്റസിനെ ലോ ചെയ്യുവാനും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഈ മകൾക്ക് ആത്മീയമായി വളരാനും മറ്റു മക്കളുടെ അവസ്ഥകളെ കണ്ടുപിടിക്കുവാനും കണ്ടെത്തുവാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനൊക്കെയുള്ള ഒരു വലിയ സാധ്യതകൾ ഈ മകൾക്ക് ലഭിച്ചു. ഇന്ന് ഈ മകൾ പറയുന്നത്, ഞാൻ കോൺസ്റ്റൻ്റായി ഇനി ഈശോയെ ഫോളോ ചെയ്യും, എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. അതുപോലെ തന്നെ സ്വപ്ന ദർശനങ്ങളിലൂടെയും പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സ്വപ്നത്തിലൂടെയുള്ള തലോടലൂടെയും എല്ലാം ഈ മകൾക്ക് പരിശുദ്ധ അമ്മ കമ്മ്യൂണിക്കേഷൻ നൽകിക്കൊണ്ടിരുന്നു. നിൻ്റെ കൂടെ ഞാനുണ്ട്, ഈശോ നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് അഭിഷേകം നൽകും, നിനക്ക് കൃപകൾ വർഷിക്കും എന്നെല്ലാം ഉള്ള വലിയ ധൈര്യവും ആ ഒരു ഉത്തേജനവും ഈ മകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയിലൂടെ മാത്രമാണ്. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ ഏതൊരു സാഹചര്യങ്ങളിലും നാം ഒറ്റപ്പെട്ടു പോകുമ്പോഴായാലും, പഠന സാഹചര്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസരങ്ങളിലായാലും, എൻ്റെ കഴിവിലല്ല കൃപയിലാണ് എല്ലാം ഈ പി എന്നുള്ള ആ അക്ഷരം കാണിച്ചതുപോലെ ഞാൻ പാസ്സാകുന്നതായാലും പോസ്റ്റ്പോണ്ടായാലും അത് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്കുണ്ടാകുമെന്ന് കൃത്യമായി വിശ്വസിക്കുകയും ചെയ്യാം. എലിസബത്ത് ജീനയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്നു നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേഴ്സി ജിനു. ഞാൻ പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 19/1/2024 എന്ന ജനുവരി മാസത്തിലാണ്. ഈ കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, നീ അവിടെ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് കടഭാരം ഒത്തിരി ഉണ്ടായിരുന്നു, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ അവിടെ പോയി ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിച്ചാൽ അമ്മ നിൻ്റെ എല്ലാ കാര്യവും സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട്, എൻ്റെ ഹസ്ബൻഡും 2 മക്കളുണ്ട് എനിക്ക്, ഞങ്ങൾ 4 പേരും കൂടി ഇവിടെ വന്നു. അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. എനിക്ക് ഹൗസിംഗ് ലോൺ എടുത്ത് എനിക്കൊരു ഭവനം ഉണ്ടാക്കി. അതിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് കോട്ടയത്ത് ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ച് പുള്ളിക്ക് പെട്ടെന്ന് അവിടെ സമരവും ലേ ഓഫും ഒക്കെ ആയി. അപ്പം എനിക്ക് ലോൺ അടയ്ക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയില്ല. വീട്ടിലെ കാര്യത്തിന് പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു മുന്നോട്ട് പോകുവാൻ. എനിക്ക് യാതൊരു വിധമായ ഒരു ഇതും ഇല്ലായിരുന്നു മുന്നോട്ട് പോകുവാൻ. എനിക്കൊരു വഴി തുറന്നു തരണേന്ന് മാത്രമാണ് ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചത്. ഇവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട്, അപ്പോൾ എൻ്റെ ആങ്ങളെ ടാൻസാനിയയിലുണ്ട്, അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒന്ന് വിളിച്ച് പറ, എന്നെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ഒന്ന് ചോദിക്കുന്നു പറഞ്ഞു. ഞാനപ്പം പറഞ്ഞു, നടക്കുമോ എന്നറിയത്തില്ല, ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഇവിടുന്ന് പോയതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ ഞാൻ എൻ്റെ ആങ്ങളെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇതുപോലെ ബുദ്ധിമുട്ടിലാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് ലോണ് അടയ്ക്കാൻ ഒരു വഴിയുമില്ല, കാരണം ജോലി മുന്നോട്ട് പോയി ആ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പറ്റത്തില്ലായിരുന്നു, ലോണ്, കുഞ്ഞുങ്ങളുടെ പഠിത്തം, എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ട് വളരെയായിരുന്നു.
എനിക്കിവിടെ വന്ന് എന്നും എപ്പോൾ വന്നാലും കരയാനല്ലാതെ എനിക്ക് അമ്മയോടൊന്നും പറയാനില്ലായിരുന്നു. എപ്പോഴും അമ്മയുടെ മുഖത്തോട്ട് വന്ന് നിന്ന് കരഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുന്നതല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് ഇവിടുന്ന് പോയി ഞാൻ പിന്നെ എൻ്റെ ആങ്ങളെ വിളിച്ചപ്പം എൻ്റെ ആങ്ങളെ പറഞ്ഞു, ഇവിടുന്ന് ഇപ്പോൾ ആരെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവിടെ അങ്ങനെ ഒരു കിട്ടുമോ എന്നറിയത്തില്ല, ഞാനൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് എന്നോട് പറഞ്ഞുള്ളൂ. നീ അമ്മയോട് പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനേ എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് നിരന്തരം എന്നും രാവിലെയും വൈകിട്ടും തിരികെത്തിച്ചു ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയോട്, അമ്മ ഒരു വഴി കാണിച്ച് എനിക്ക് തരണേ, എനിക്കിതല്ലാതെ വേറെ മാർഗ്ഗമില്ല മുന്നോട്ട് പോകുവാനായിട്ടെന്ന് പറഞ്ഞു. ഹസ്ബൻഡും ആകെ വളരെ വിഷമമായിരുന്നു, ഹസ്ബൻഡിനും ഒന്നും ആകാത്തതുകൊണ്ട്. പിന്നെ പുള്ളി എൻ്റെ ആങ്ങളെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കാം, എൻ്റെ വേറൊരു അടുത്തൊരു കമ്പനിയുണ്ട്, അവിടെ നോക്കാം, അവിടേക്ക് പോകാം പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു. അവിടുത്തെ മാനേജർ പോയി പുള്ളി കണ്ടപ്പം ആ പുള്ളി പറഞ്ഞു, ഒരിക്കലും പുറത്തുനിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് ആരെയും കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പുള്ളി പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. പുള്ളി തിരിച്ച് പുള്ളിയുടെ കമ്പനി വന്നു. എന്ത് ചെയ്യും, കാരണം ഞാനാണെങ്കിൽ കരഞ്ഞാണ് എപ്പോഴും എൻ്റെ ആങ്ങളെ വിളിക്കുന്നത്. എപ്പോഴും എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരു വേറൊരു രീതിയിലോട്ട് പോകാൻ, ആരോടും മിണ്ടാതെയും പറയാതെയും വേറൊരു രീതിയിലോട്ട് പുള്ളി പോകുമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നിന്ന അവസരത്തിൽ ഞാൻ 3 മാസം ഇവിടുത്തെ 90 ദിവസം അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, അതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അമ്മ എനിക്ക് വലിയ അനുഗ്രഹമാണ് അത് ചെയ്തത്. അവിടുന്ന് ഇവിടെ വന്നു ഞാൻ 2ാമത്തെ ഉടമ്പടി പുതുക്കി. അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഒരു ഇതുകൊണ്ട് നീ പാസ്പോർട്ട് പുള്ളിയുടെ എളുപ്പം ഇട്ട് തരാം എന്നോട് പറഞ്ഞു. ഞാൻ അത് പ്രകാരം എളുപ്പം പാസ്പോർട്ട് എളുപ്പം പുള്ളിയുടെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നേ, ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയൊരിതായി, കാരണം അമ്മ മാതാവ് എന്നെ കൈവിടത്തില്ലെന്ന് എനിക്ക് ഭയങ്കര പൂർണ്ണ വിശ്വാസമായിരുന്നു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പാസ്പോർട്ട് ഇവിടെ കൊണ്ടുവന്നും അവിടെ നിന്നും ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നും ഞാൻ അവിടെ നിന്ന് തിരികെ എത്തിക്കുമ്പോൾ ഈ പാസ്പോർട്ട് കൈപ്പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മ ഇടപെടണേ, എൻ്റെ പ്രശ്നത്തിന് അമ്മ പരിഹാരം കാണിക്കണേ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അധികാരമുള്ള അമ്മയാണ്. അമ്മ എന്നോട്, എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, എടി ഓക്കെയാണ്, ഞാനിവിടെ ഒരു പോസ്റ്റ് ഇല്ല, ആ പോസ്റ്റ് ഉണ്ടാക്കി എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ ആ പോസ്റ്റിൽ അങ്ങനെ ഒരിക്കലും ഇല്ല, സൂപ്പർവൈസർ എന്നും പറഞ്ഞ് അവിടെ ഒരു പോസ്റ്റ് ഇല്ല. ആ പോസ്റ്റ് ഉണ്ടാക്കി അമ്മ മാതാവ് വഴിയാണ് ഇത് കിട്ടിയ അനുഗ്രഹമാണിത്. അവിടുന്ന് ആ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം ഓക്കെ ആയി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. 2ാമത്തെ ഉടമ്പടി കഴിഞ്ഞ് 90 ദിവസം പൂർത്തിയാകുന്നുണ്ട്. അതായത് ആ 2 മാസത്തിനിടയ്ക്ക് പുള്ളിക്ക് എല്ലാം വളരെ പെട്ടെന്ന് ചെയ്ത് അങ്ങനെ ജൂലൈ മാസത്തിൽ പുള്ളി കയറി പോവുമായിരുന്നു. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. അതുമൂലം ഇപ്പം എൻ്റെ ലോണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഹസ്ബൻഡില്ല, ഞാൻ തന്നെയാണ് ഇത് പറയാൻ വേണ്ടി വന്നത്. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം, ഒരു 15 വർഷം മുൻപ് ഞങ്ങളെ ഒരാളെ സഹായിക്കാൻ, എൻ്റെ അടുത്ത വീട്ടിലെ ഒരാളെ സഹായിക്കാൻ വേണ്ടി പുള്ളിക്ക് വിദേശത്ത് പോകാൻ വേണ്ടി എൻ്റെ സ്വർണം കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് സഹായിച്ചു. പിന്നെ അവരത് വഴക്കമായി, കേസായി. കാരണം എനിക്കത് അവർ തിരിച്ച് തരത്തില്ല. പുള്ളി അവരുപയോഗിച്ച് സാധനം ചോദിച്ച് ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെയും അവർ തരാനുള്ള ഒരു കാണിക്കുന്നില്ലായിരുന്നു. അവസാനം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ അത് മറന്നേക്ക, ഇനി അത് കിട്ടത്തില്ല. അവരതിൻ്റെ ഇടയ്ക്ക് കേസ് കൊടുത്തു. കേസ് അത് വലിയൊരു ഇതായിപ്പോയി. 6-7 കൊല്ലം അതിൻ്റെ പുറകെ പുള്ളി സഹായിച്ചതാണ്. അവസാനം പുള്ളി 7 കൊല്ലത്തോളം അതിൻ്റെ പുറകെ നടന്നു. അത് കഴിഞ്ഞ് ആ കേസ് അവർ തന്നെ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അവർ തന്നെ ആ കേസ് പിൻവലിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 5ാമത്തെ ഉടമ്പടി ഇവിടെ പുതുക്കാനായിട്ട് ഞാൻ വരുമ്പം എൻ്റെ ഇത് കിട്ടത്തില്ല എന്നുള്ളൊരിതുള്ളതുകൊണ്ട് ഞാനിത് മറന്നിരുന്ന കാര്യമായിരുന്നു. അമ്മ ഇത് പെട്ടെന്ന് ഇവിടെ വന്ന്, ഞാൻ ഉടമ്പടിയില്ലാതെ നിയോഗം എഴുതിയിട്ടില്ലായിരുന്നു. അവസാനം മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഉൾവിളി, അമ്മ മാതാവ് പറയുന്ന പോലെ എനിക്ക് ആരോ അത് പറഞ്ഞിരുന്നു, നീ അതെഴുത് 15 വർഷം മുൻപ് പോയ സ്വർണം നീ എഴുതി വെക്കെന്ന് എന്നോട് ആരോ പറയുന്ന പോലെ. ഞാൻ പെട്ടെന്ന് ആ താഴെ തന്നെ, എഴുതാൻ സ്ഥലമില്ല, അവിടെ ചുമ്മാ ഞാനൊന്ന് ആ നിയോഗം എഴുതി വെച്ചു. ആ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാർ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ സ്വർണം എനിക്ക് തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അമ്മയാണ് എന്നെ ഈ വലിയ അനുഗ്രഹം എനിക്ക് തന്നതിന് കോടാനുകോടി ഞാൻ അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ. അതുപോലെ
ഞാൻ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഉപ്പൂറ്റിക്ക് 2 വർഷത്തോളമായിട്ട് എനിക്ക് ഉപ്പൂറ്റിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടായിരുന്നു. ഞാൻ പല ഡോക്ടർമാരെ കാണിച്ചു, ആയുർവേദം വരെയും പോയി ചെയ്തു, 3 മാസത്തോളം അത് ചെയ്തു. അങ്ങനെ എനിക്ക് അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഉപ്പൂറ്റിക്ക് എല്ല് വളരുകയാണ്, അത് ഇച്ചിരി നീളത്തിലുണ്ട്, അത് പൂർണ്ണമായിട്ടും അത് ഓപ്പറേഷൻ ചെയ്യാതെ പോകത്തില്ല എന്ന് പറഞ്ഞു. അതിന് മുമ്പേ ഡോക്ടർ ആ ഉപ്പൂറ്റിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അപ്പോൾ തൽക്കാല വേദനയെ മാറത്തുള്ളൂ, ഇതുകൊണ്ട് മാറത്തില്ല, ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എനിക്ക് സൗഖ്യം തരണം, കാരണം എനിക്ക് വേറെ ഒരു ഓപ്ഷനില്ല, കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട്, ഒരു ഓപ്പറേഷനിലോട്ട് പോകാനൊന്നുള്ള സാമ്പത്തികം അമ്മ എനിക്കില്ല. ഞാനിവിടെ വന്ന് നിന്നും കരഞ്ഞു, അമ്മ എൻ്റെ വേദന എനിക്ക് മാറ്റിത്തരണം. ഞാൻ ഉടമ്പടി തൈലം നിരന്തരം കുരിശ് വരച്ച് ഞാൻ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ദിവസം ഞാൻ പോലും അറിയാതെ എൻ്റെ വേദന എനിക്ക് ഇല്ലാതെയാക്കി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. അവസാനം എനിക്കൊരു ജോലി വേണമായിരുന്നു, കാരണം സാമ്പത്തികമായിട്ട് ഹസ്ബൻഡ് സാലറി കൊണ്ട് എനിക്ക് ലോൺ അടയ്ക്കണം, വീട്ടിൽ ഇതെല്ലാം കൂടെ ഒന്നും പോകത്തില്ല, പിള്ളേരുടെ പഠിത്തം. അവസാനം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു ജോലി വേണം അമ്മേ, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയപ്പം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്കിവിടെ ഉടമ്പടിക്ക് വരാനോ എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ ജോലിയിൽ എനിക്കിവിടെ വരാനോ കൃപാസനത്തിൽ വന്ന് ഒരു ലീവ് കിട്ടുമോ ഒന്നുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ ആ ജോലിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പം ഞാൻ 2 വീലറിനാണ് ജോലിക്ക് പോകുന്നതും വരുന്നതും. അപ്പോൾ അങ്ങനെ പോയ വഴിക്ക് ഒരു പട്ടി വന്നിടിച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ ഓർത്തു അന്ന് ഞാൻ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ കൈകളിൽ വെച്ച പോലെ വണ്ടിയിൽ നിന്ന് ഞാൻ തെറിച്ചു പോയി. എനിക്കൊരു പോറൽ പോലും തമ്പുരാൻ തന്നില്ല. ശ്വാസം എനിക്ക് കുറച്ച് നെഞ്ചിടിച്ച റോഡിലോട്ട് ഞാൻ വീണത്. എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യായിരുന്നു. പെട്ടെന്ന് അവിടെ കൂടെ നിന്നവരെന്നെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ ICU കടത്തിപ്പെട്ട അവർ പെട്ടെന്ന് ICU കടത്തി. ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ ഒരാഴ്ച അവിടെ കിടന്നുള്ളൂ. പക്ഷേ എനിക്ക് വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അമ്മ എനിക്ക് അതിനകത്ത് വലിയ സൗഖ്യം എനിക്ക് തന്നത്. അത് കഴിഞ്ഞ് ആ ജോലിക്ക് പിന്നെ ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് വളരെ വിഷമമായിരുന്നു, എനിക്കൊരു ജോലി വേണമെന്നുള്ളത്. വളരെ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു ജോലി കൂടിയേ തീരൂ. ഇപ്പം എനിക്ക് 3 മാസമായി ഞാനൊരു ഹോട്ടലിൽ ഒരു ബില്ലിങ്ങിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും എനിക്ക് ജോലി ലഭിച്ചത് അമ്മയുടെ അനുഗ്രഹവും തിരുക്കുമാരൻ്റെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ്. അതിനും ഞാൻ ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അവിടെ ഓരോ രോഗികളുടെ അടുത്ത് ഞാൻ ഇവിടുന്ന് കുറച്ച് കാശ് രൂപവും വാങ്ങിച്ചുകൊണ്ട് പോകും. ഈ പത്രത്തിൻ്റെ കൂടെ ഞാൻ കാശ് രൂപവും ഞാൻ ഓരോ രോഗികളുടെ കയ്യിലും കൊടുക്കും. റൂമിൽ പോയി കണ്ട് അവരുടെ സങ്കടം കേൾക്കുകയും ഫുഡ് കഴിക്കാനില്ലാത്തവർക്ക് സാമ്പത്തികമായി സഹായം ഞാൻ ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്. പിന്നെ ഫുഡ് മേടിച്ചു കൊടുക്കേണ്ടവർക്കാണ് ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലായതുകൊണ്ട് ഒരുപാട് പേര് വിശന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ അവർ കൊടുക്കത്തില്ലെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്താണെങ്കിലും ഞാൻ അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കും. അങ്ങനെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. അവർ ഡെയിലി ബ്രെഡ് എനിക്ക് വളരെ അനുഗ്രഹമാണ്. അതിൽ അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെയും അമ്മയുടെയും കൃപ കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതാണ് ഈ അനുഗ്രഹങ്ങൾ. ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യം ഞാൻ നിർത്തും. ആത്മീയ ജീവിതം ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബൈബിള് ഞാൻ കൃത്യമായിട്ട് വായിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ 1 മണിക്കൂർ അരമണിക്കൂർ പോയിട്ട് ഒരു അധ്യായം അല്ലാതെ ഞാൻ കൂടുതൽ വായിക്കാറില്ലായിരുന്നു. ഉടമ്പടി എടുത്തതെന്നാണോ അന്ന് മുതൽ ഞാൻ 1 മണിക്കൂറെങ്കിലും ഇരുന്ന് ഞാൻ ബൈബിള് വായിക്കും. എനിക്കത് വലിയൊരു അനുഗ്രഹമാണ് അമ്മ മാതാവ് തന്നത്. കാരണം ഞാൻ ബൈബിള് അങ്ങനെ വായിക്കാറില്ലായിരുന്നു. ഈ ഉടമ്പടി ജീവിതത്തിൽ വന്ന അന്ന് മുതലാണ് അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറിന് മേളൊക്കെ ചിലപ്പം പോവും. എൻ്റെ മദറിൽ എന്നോട് പറയും എപ്പോഴും ഇരുന്ന് പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഞാനിരുന്ന് എന്നും വായിക്കും കിട്ടുന്ന സമയം. ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഈ ധ്യാനവും ഈ സാക്ഷ്യങ്ങളും, വീട്ടിൽ അടുക്കളയിലാണെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഈ സാക്ഷ്യമൊക്കെയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. എനിക്കത് വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 25-ാം വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ശാരീരികമായും മാനസികമായും ചിലപ്പോൾ ആത്മീയമായും നമ്മൾ ക്ഷീണിതരാണ്. ഒരുപക്ഷെ പ്രാർത്ഥനയിൽ തളരാം,
ജീവിത പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോകാം. എന്നാൽ ദൈവം പറയുന്നത് നിന്റെ ക്ഷീണം ഞാൻ മാറ്റും, നിന്റെ ശൂന്യത ഞാൻ നീക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. നമ്മുടെ ക്ഷീണം, ദുഃഖം, കടബാധ്യത, ഭവനമില്ലായ്മ, ജോലിയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ശൂന്യതകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. പരിശുദ്ധ അമ്മ വഴി ദൈവകൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ക്ഷീണത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിച്ച് ഈശോയുടെ അരികിലേക്ക്, ആ ശക്തിയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ദൈവമേ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നീ എന്നിൽ നിറയ്ക്കണമേ, നീ എനിക്ക് വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം നൽകുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. മരിയൻ ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പുതുക്കലാണ്, ഒരു റിന്യൂവലാണ്. നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുഃഖങ്ങൾ, പ്രിയപ്പെട്ടവരുടെ നഷ്ടവും രോഗവും ബുദ്ധിമുട്ടുകളും ജീവിത കുടുംബ പ്രശ്നങ്ങളുമെല്ലാം, നമ്മുടെ ഏകാന്തതയെല്ലാം, ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഏറുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടിയിൽ നമ്മുടെ ദുഃഖങ്ങൾ, ഭാരങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെയാണ് ദൈവകൃപ ലഭിക്കുന്നതും സമാധാനവും സന്തോഷവും കൃപയും അനുഗ്രഹവും കരുണയും ലഭിക്കുന്നത്. ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. മേഴ്സി ജൂനിയൻ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നെ സി സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കാണിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. പരിശുദ്ധ ദൈവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് പരിശുദ്ധ സ്ത്രീത്വത്തിന് മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ ഒരുക്കിയ സമയത്തിനും ഈ വേളയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിനും എല്ലാത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ജിനു ജോയ്. ഞാൻ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ ജിലോങ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്. ഞങ്ങൾ പഠിച്ചു വളർന്നതെല്ലാം മഹാരാഷ്ട്രയിലാണ്. ഇതെൻ്റെ പപ്പ, ഹസ്ബൻഡിൻ്റെ പപ്പ, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി, ഇതെൻ്റെ ബേബി എമ മേരി എന്നാണ് പേര്. ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളത് എമ്മയെക്കുറിച്ചാണ്. എൻ്റെ പ്രഗ്നൻസി ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് എങ്ങനെയാണെന്ന് പറയാം. ഉടമ്പടി എടുക്കുവാനായിട്ട് മമ്മി ആണ് എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാൻ ഇച്ചിരി റിലക്റ്റൻ്റ് ആയിരുന്നു. എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ഉള്ളൊരു താല്പര്യമില്ലായിരുന്നു. ആ താല്പര്യമില്ലായ്മയായിരിക്കാം ഓൺലൈനായിട്ട് എനിക്ക് മാതാവ് എടുക്കാനും സമ്മതിക്കുന്നില്ലായിരുന്നു. പല മെയിൽ വഴി ഞാൻ ലോഗിൻ ചെയ്തിട്ടും എനിക്ക് ലോഗിൻ ചെയ്യാനോ ഉടമ്പടി എടുക്കാനോ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഡെലിവറിക്ക് മുമ്പുള്ള ഫെബ്രുവരി 15-ാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം ആ സമയത്തുണ്ടായിരുന്നു. അതിനകത്ത് അച്ഛൻ പ്രത്യേകമായി പറഞ്ഞത് ഉടമ്പടിയിൽ ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ എനിക്കൊരു പ്രേരണ തോന്നി ഉടമ്പടിയിലെ സംരക്ഷണം. കാരണം ഡെലിവറിയാണ്, ജീവൻ്റെ മീൻസ് ഇതാണ്. അത് കാരണം ഞാൻ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനും പറ്റി. എൻ്റെ ഒരു ചേച്ചി പറഞ്ഞത് കാരണം അന്ന് ഞങ്ങൾ എടുക്കുകയും, സനിയ ചേച്ചി എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞാണ് എടുക്കുകയും ഞങ്ങളങ്ങനെ ഉടമ്പടി എടുക്കാൻ പറ്റി എനിക്ക് ആദ്യമായിട്ട്. അങ്ങനെ എടുത്തു. ഫെബ്രുവരി 15-ന് ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 27-നായിരുന്നു ഡെലിവറി പ്ലാൻ ചെയ്തത്. പ്ലാൻഡ് സി സെക്ഷൻ ആയിരുന്നു. എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. ബാക്കി ഒരു കോംപ്ലിക്കേഷൻസും ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമലായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഡെലിവറി കയറ്റി. ഡെലിവറി നോർമലായിരുന്നു. ഞാൻ ഇവൾ കരഞ്ഞത് ഞാൻ കേട്ടു. ബേബി 3.2 kg വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞു. എല്ലാം നോർമലായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ പുറത്തിറങ്ങി എന്നെ സി സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കാണിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവൾ ഫുള്ളി ബ്ലൂ ആയി ടേൺ ആയി. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റേഴ്സിൻ്റെ സെൻറ്റ് ആൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അപ്പം സിസ്റ്റേഴ്സ് പെട്ടെന്ന് അവളെ ആംബുലൻസിൽ മെറ്റർണിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവൾ ഫുൾ ബ്ലൂ ആയി ഇരുന്ന സമയത്തിൽ അവൾക്ക് ബ്രീതിങ് പ്രോബ്ലം, ലങ്സിന് ഇൻഫെക്ഷൻ, ബ്രെയിനിൻ്റെ കൺവൾഷൻസ്, കണ്ടിന്യൂസ് ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക്
ഫസ്റ്റ് ഡേ ഇതൊന്നും എന്നോട് പറയുന്നില്ല, പക്ഷേ അന്ന് തന്നെ വൈകുന്നേരം കുഞ്ഞിനെ കൈ കിട്ടുമെന്നാണ് സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം കഴിഞ്ഞു, പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പറ്റാതായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ മാതാവിനെ കണ്ടു. മാതാവ് വന്ന്, കൃപാസനം മാതാവാണ്, ഞാൻ പകുതിയാണ് കണ്ടത്. മാതാവ് വന്ന് എന്നോട് 5 എന്ന് മാത്രം പറഞ്ഞു, 5 ദിവസം എന്ന് മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ബെഡിൽ കിടക്കുകയാണ്, പക്ഷെ ഞാൻ ബെഡിലല്ലായിരുന്നു. എനിക്കെന്തോ ഞാൻ ലിഫ്റ്റായി പോയി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ അറിയുന്നില്ല, പക്ഷേ ഇവളെ ഹോസ്പിറ്റലിൽ കയറ്റിയ ഉടനെ NICU ചെന്ന് ഇവൾക്ക് തൈലം പുരട്ടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുവയ്ക്കുകയും അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഡോക്ടേഴ്സ് രാവിലെ പറയും ഗുഡ് ന്യൂസാണ്, കുഴപ്പമില്ല, ഇന്നലത്തെ അത്രയും അവൾ ബ്രീത്തിങ്ങിൻ്റെ ട്രബിൾ അവളുടെ മാറുന്നുണ്ട്. പക്ഷേ അവൾക്ക് 3 ഇഞ്ചക്ഷൻ കൊടുത്തു, ത്രോംബലൈസർ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവൾക്ക് എഫക്റ്റ് വന്നത്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഈ 5 ദിവസങ്ങളിൽ അവൾക്ക് ഓരോരോ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഓരോരോ പാർട്സ്, അവളുടെ ബോഡി പാർട്സ് എന്നാ പറയുന്നത്, ഫെയിൽ ആവാൻ തുടങ്ങുമായിരുന്നു. അവളെ 3-ാമത്തെ ദിവസം 3rd ഡേ അവളെ വെൻറ്റിലേറ്ററിൽ കയറ്റി. എന്നിട്ടും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, മാതാവ് 5 എന്നാണ് പറഞ്ഞത്, അപ്പോൾ 5-ാമത്തെ ദിവസം സൗഖ്യം ലഭിക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിനും ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. ഹസ്ബൻഡ് ഇല്ലായിരുന്നു ഡെലിവറിയുടെ സമയത്ത്. ജോർജ് വന്നു കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ അവൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുവാണ്. 5th ഡേ, അന്നാണ് 5th ഡേ മാതാവ് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇവളുടെ പൾസ് ഡെഡായി. 30 സെക്കൻഡ്സിലേക്ക് ഇവളില്ലായിരുന്നു, ഓൾറെഡി വെൻറ്റിലേറ്ററിലായിരുന്നു. കുഞ്ഞില്ല, മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു 30 സെക്കൻഡ്സ്. പിന്നെയും അവളുടെ പൾസ് കയറി വന്നു, അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കാരണം മാത്രമാണ് 5 ദിവസം കഴിഞ്ഞ് അവൾക്ക് ലൈഫ് ടേക്കിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷേ ഡോക്ടേഴ്സിന് പേടിയുള്ളത് കാരണം അവളെ വെൻറ്റിലേറ്ററിൽ വെച്ചു. പിന്നെ അത് സിപ്പാപ്പ് ആക്കി. പക്ഷേ ഇവൾക്ക് കണ്ടിന്യൂസ് ഉള്ള കഫും ഇൻഫെക്ഷൻസും കണ്ടിന്യൂ ഉണ്ടായിരുന്നു. അപ്പം മാതാവ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒത്തിരി പ്രാർത്ഥനാ സഹായങ്ങൾ എല്ലായിടത്തുനിന്നും കിട്ടി. ഞങ്ങൾക്ക് അവൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥന സഹായങ്ങൾ കിട്ടിയതിൻ്റെ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ, സഞ്ചാരി മാതാവ് അവിടെ ഉണ്ടെന്നും മാതാവ് കൂടെ നിൽക്കുന്നതായിട്ടും കാണിച്ചു തന്ന സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾക്ക് പിന്നെ മാർച്ച് 12-ാം തീയതി ഡോക്ടേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചു ഇനി എത്ര നാൾ കിടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 3 ആഴ്ചത്തേക്ക് ഇനിയും പ്രതീക്ഷിക്കേണ്ട, അവൾക്ക് ഇനിയും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. മാർച്ച് 12-ാം തീയതി ഇത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 17-ാം തീയതി എങ്കിലും അവളെ കൈ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞു. അക്കണ്ട ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് മാർച്ച് 17 ആയപ്പോഴത്തേക്കിനും അവളെ വെൻറ്റിലേറ്ററിൻ്റെ സിപ്പാപ്പാക്കി. സിപ്പാപ്പിയിൽ നിന്ന് ഞങ്ങളുടെ ഓക്സിജൻ സപ്പോർട്ട് മാറ്റി എൻ്റെ കൈ തന്നു. അന്ന് ഞാൻ NICUയിൽ വെച്ച് ഇവർക്ക് പാല് കൊടുത്തു. ഫസ്റ്റ് ടൈം ഫീഡ് കൊടുത്തത് മാർച്ച് 17-നാണ്. മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ആയിട്ടുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഇതാണ് ആ മാർച്ച് 17 എന്നുള്ള സംഖ്യയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ 18-ാം തീയതി അവളെ ഡിസ്ചാർജ് ICUയിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. റൂമിലേക്ക് 19-ാം തീയതിയാണ് മാറ്റിയത്, മാർച്ച് ഔസേപ്പിതാവിൻ്റെ ദിവസം. എന്നിട്ട് 20-ാം തീയതി അവളെ ഡിസ്ചാർജ് ചെയ്തു. ഇത് ഒരിക്കലും സംഭവിക്കാൻ പറ്റത്തില്ല, കാരണം ഡോക്ടേഴ്സിന് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇവൾ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന്. കാരണം അത്രയും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇവളുടെ MRI ഡിസ്ചാർജിൻ്റെ ദിവസം എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസിലാണ് അവൾക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുത്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി MRI എടുത്തത്. MRIയിലും കോംപ്ലിക്കേഷൻസ്, ബ്രെയിനിൻ്റെ അവൾക്ക് ക്ലോട്ട് ഉണ്ട്, അത് ത്രോംബലൈസറിൻ്റെ ആണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും 2 വർഷത്തേക്ക് മിനിമം അവൾക്ക് കഴിക്കാനുള്ള ബ്രെയിനിൻ്റെ മരുന്ന് ലെവിപ്പിൽ എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ നെക്സ്റ്റ് ഫോളോ അപ്പിൻ്റെ സമയത്ത് അവളുടെ എല്ലാ എന്താ പറയുക ഡോക്ടേഴ്സിൻ്റെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഇവൾക്ക് ഒരു കുഴപ്പമില്ല. ഇവളുടെ EEG നോർമലായി, ഇവളുടെ ബാക്കി കോംപ്ലിക്കേഷൻസ് എല്ലാം നോർമലായി. ഇവൾക്ക് ഒരു മരുന്ന് പോലും എടുക്കേണ്ടതെന്ന് അന്ന് തന്നെ 2 വർഷം എന്ന് പറഞ്ഞതാണ് മിനിമം. അന്ന് തന്നെ ഇവളുടെ എന്താ പറയുക മരുന്നുകളെല്ലാം നിർത്തി ഇവൾ കംപ്ലീറ്റ്ലി ഹീൽഡായെന്ന് ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവൾക്ക് പേരിട്ടതാണ് ഈശോയും മാതാവും. അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ് മേരി എന്നുള്ളൊരു പേര് ഇവൾക്ക് വേണം. അങ്ങനെ ഞങ്ങൾ ഇമ്മാനുവലിൻ്റെ എമ ഈശോയുടെ പേരും ഇമ്മാനുവലിനും മേരി എന്നുള്ള മേരിയാണ്, മേരി എന്നാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത്. പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എത്ര പറഞ്ഞാലും അറിയില്ല. ആ സമയങ്ങളിലൊക്കെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. എങ്ങനെ പറഞ്ഞാലും ജീവൻ തിരിച്ചു തന്നത് മാതാവ്
ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും ഡോക്ടേഴ്സ് ഇവളെ കാണുമ്പം എങ്ങനെ ഞങ്ങളുടെ ഒരു മിറാക്കിൾ ചൈൽഡാണ്. കാരണം ആർക്കും ഒരു ഡോക്ടേഴ്സിനും പ്രതീക്ഷയില്ലായിരുന്നു. ഒരു കുഞ്ഞാണ്. അവിടെ വന്നിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഡിസ്ചാർജ് ചെയ്ത് പോയാലും ഇവൾ അവിടെ കിടക്കുമായിരുന്നു. അവിടെ വരുന്നവരെല്ലാവരും ഇവൾ സുഖപ്പെടുത്തി വിടുന്നത് പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയൊരു കുഞ്ഞാണ് ഏമാ മേരി. ഇവളെ തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒത്തിരി 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 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ തീർത്ഥാടക ഇവളെയും കൊണ്ട് ഞങ്ങളെല്ലാവരും ഓഗസ്റ്റിൽ വന്നായിരുന്നു, ഓഗസ്റ്റ് 2-ാം തീയതി. പക്ഷേ അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവളെ മാതാവിനെ സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടാണ്, തീർത്ഥാടക ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗമായിരുന്നു ഞങ്ങൾക്ക് റെൻറ്റിന് ഹൗസ് കിട്ടുന്നില്ല, വീട് കിട്ടുന്നില്ലായിരുന്നു ഓസ്ട്രേലിയയിൽ. ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചിട്ട്, ഞാൻ ആക്ച്വലി വർക്കിംഗ് അല്ല, അപ്പോൾ ജോർജിൻ്റെ ഇൻകമിൽ മാത്രം വരുന്ന ഒരു സിംഗിൾ ഇൻകമിൽ വരുന്ന ഒരു സംഭവം. അപ്പം അത് ഒത്തിരി പേര് റിജക്റ്റ് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫാമിലി വഴി തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു, നിയോഗമിട്ട് ഇവിടുന്ന് 12 മണിക്ക് പോയി. 3 മണി ആയപ്പോഴത്തേക്കിനും ആ വീടിൻ്റെ കൺഫർമേഷൻ വന്നു. ഞങ്ങൾക്ക് വീട് റെൻറ്റിന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി തന്നെ അത് കിട്ടി. മാതാവ് ഓരോരുത്തരെ ഉപയോഗിക്കുകയായിരുന്നു. അതിൽ സ്പെഷ്യലി മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ആണ് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ മുഴുവനും. ആ ഒരു ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ വീടാണത്. കാരണം ഞങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിൽ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതും അങ്ങനൊരു വീടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാതാവ്. അതിനും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. മൂന്നാമതായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് PR ലഭിച്ചതാണ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ജോർജിൻ്റെ പ്രൈമറി ആപ്ലിക്കൻ്റായിട്ടാണ് വച്ചിരുന്നത്. ഞങ്ങൾക്ക് 491 സ്റ്റേറ്റ് വിസയ്ക്ക് വേണ്ടിയായിരുന്നു വച്ചിരുന്നത്. അപ്പം ഈയിടെയായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ടൈംസ് പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. സാധാരണ അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ സമയത്തിന് അവർ പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളോട് 3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് 27 to 30 മന്ത്സ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളോട് ഈ ഫെബ്രുവരിയിൽ ഞങ്ങളോട് പറഞ്ഞു, മെയിൽ വന്നു ഏജൻസിയിൽ നിന്ന്, അത് പിന്നെയും പ്രോസസ്സിങ് ടൈം കൂട്ടി ഇപ്പോഴെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവ് ഇടപെട്ടു. അതും ഞങ്ങൾ പ്രാർത്ഥന ഉടമ്പടിയിലെ നിയോഗമായിരുന്നു. പക്ഷേ ഞാനത് അങ്ങനെ ഞങ്ങൾ ഒത്തിരി സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമുള്ള സംഭവമാണ് ഞങ്ങളുടെ PR. എല്ലാവർക്കും അറിയാം, പുറത്തൊക്കെ താമസിക്കുന്നവരെല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങളുടെ സ്റ്റേ 2027 വരെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള സ്റ്റേ, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞങ്ങൾ സ്റ്റക്കായിരുന്നു. കാരണം PR അപ്രൂവ് ആകാത്ത കാരണം. പക്ഷേ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ഫെബ്രുവരി 13 ഞങ്ങൾക്ക് ഞങ്ങളുടെ PR എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റീജിയണൽ വിസ സാങ്ഷനായി 491. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഞങ്ങൾ അറിയാതെ തന്നെ ദൈവപരിപാലനയുടെ ഒരു കൈയായിരുന്നു പരിശുദ്ധ അമ്മ വഴി കിട്ടിയത്. ഞങ്ങളത് കഴിഞ്ഞ് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞങ്ങളിപ്പോൾ വരാൻ കാരണം, എൻ്റെ 4ാമത്തെ സാക്ഷ്യം അതാണ്. വരാൻ കാരണം എൻ്റെ പപ്പയ്ക്ക് കിട്ടിയ ഒരു വലിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ ഇടപെട്ടതാണ്. കൃപാസന അമ്മ പപ്പയ്ക്ക് ഫെബ്രുവരി 25-ാം തീയതി ഈ വർഷം പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്കായി, മാസീവ് ഹാർട്ട് അറ്റാക്കായിരുന്നു. പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്തെല്ലാം ഉടമ്പടി ഉപ്പും ഉടമ്പടി തേന് കൊടുക്കുന്നുണ്ടായിരുന്നു. സമയത്ത് പപ്പ അത് കഴിച്ചത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ വരെ എത്തിയത്. നടന്നു പോയതാണ് പപ്പ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് ഡോക്ടർ ECG എടുത്തപ്പം കംപ്ലീറ്റ്ലി അബ്നോർമലാണ്. ഇവിടെ മാസീവായിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. ഈ ഗേറ്റ് പോലും കടക്കുമെന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മമ്മിയും പപ്പയും പറഞ്ഞു വിട്ടത് വലിയ ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക്, ആ ഡോക്ടറിൻ്റെ കാറിൽ തന്നെയാണ് കയറ്റി വിട്ടത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് പപ്പയ്ക്ക് ഛർദിലുണ്ടായി. അങ്ങനെ പപ്പ ഹാർട്ട് അറ്റാക്ക് പപ്പ പോവുമായിരുന്നു. പക്ഷേ എന്തോ മാതാവിൻ്റെ ഇടപെടൽ കാരണം ഫുൾ ഡോക്ടേഴ്സിൻ്റെ ടീം അന്ന് അവിടെ റെഡിയായിരുന്നു. വാതിക്കൽ തന്നെ പല ഇടപെടൽ കാരണം, പല കാര്യങ്ങൾ മാതാവ് അറേഞ്ച് ചെയ്യുന്നത് കാരണം ഡോക്ടേഴ്സിൻ്റെ ടീം റെഡിയായിരുന്നു. പപ്പേനെ ഇമ്മീഡിയറ്റ്ലി CCUലേക്ക് കൊണ്ടുപോയി. പപ്പയ്ക്ക് ഷോക്ക് കൊടുത്തു. പക്ഷേ ഷോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയ്ക്ക് 3-4 അറ്റാക്ക് വന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പപ്പയ്ക്ക് പപ്പയുടെ പൾസ് ഡെഡായി. പപ്പ ഇല്ലായിരുന്നു 1 മിനിറ്റത്തേക്ക് എന്നാണ് പറയുന്നത്. അവർ ഡോക്ടേഴ്സ് പുറത്ത് വന്ന് ഡിക്ലെയർ ചെയ്യാനിരിക്കുകയായിരുന്നു പപ്പ മരിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ മാതാവ് അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു തന്നു. ഉടമ്പടിയുടെ സംരക്ഷണമാണ് അവിടെയും കിട്ടിയത്. ഞാൻ
ഞാൻ ഓസ്ട്രേലിയയിൽ അറിഞ്ഞുകൊണ്ട് ഉടനെ ഞാൻ ഉടമ്പടി തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ മാതാവ് തിരിയുടെ നാളത്തിൽ ഹാർട്ട് ആയിട്ട് കാണിച്ചു തന്നു. ഞാനതിവിടെ കാണിക്കാം. ഹാർട്ടിൽ നാളം ആളുന്നതായിട്ട്, ലൈക്ക് ഹാർട്ട് ബീറ്റിങ് പോലെ തന്നെയായിരുന്നു അത് കിടന്ന് ബീറ്റ് ചെയ്തത്. ഞാനത് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. അവിടെ ആരെയും കാണിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. കാരണം പപ്പ അത്രയും ക്രിട്ടിക്കലായിരുന്നു. ഇവിടെ നിന്നെല്ലാം ഫോൺ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ പാസ്പോർട്ട്, അതിന് മാതാവിൻ്റെ വേറൊരു ഇടപെടൽ, പാസ്പോർട്ട് ഞങ്ങളുടെ റിന്യൂവലിന് സബ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാസ്പോർട്ട് എങ്ങനെയോ മാതാവ് തിരിച്ച് കൗൺസിലേറ്റ് ചെന്ന്, ഞങ്ങൾ എംബസി ചെന്ന് തിരിച്ച് വിഡ്രോ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതും മാതാവ് ഇടപെട്ട് ഞാൻ കൃപാസനത്തെ ഇവിടുത്തെ 5:30 പ്രാർത്ഥന അവിടെ 11 മണിക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് പാസ്പോർട്ട് ഉണ്ട്, ഇവിടുന്ന് പോയിട്ടില്ല, ക്യാൻസലായിട്ടില്ല. ക്യാൻസലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റത്തില്ലായിരുന്നു. 10-25 ദിവസത്തേക്ക് ഞങ്ങളുടെ ട്രാവൽ മുടങ്ങിയാനെ. എന്നിട്ട് ആ പാസ്പോർട്ട് കൊണ്ടു തന്നത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു ഷർട്ട് ഇട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ആ പുള്ളി ഞങ്ങളോട് ഒത്തിരി നല്ലതായിട്ട് സംസാരിച്ച് ഞങ്ങളോട് പറഞ്ഞു ഓരോ പോകുന്ന കാര്യവും പാസ്പോർട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു കാര്യവും പിന്നെ ഞങ്ങൾക്ക് PR ഇപ്പോൾ ഗ്രാൻറ്റ് ആയത് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ ടെമ്പററി വിസയിലായിരുന്നു. ഇപ്പോൾ യുദ്ധം കാരണം ടെമ്പററി വിസയിലുള്ള ഒത്തിരി പേരെ അവർ ഫസ്റ്റ് സ്ക്രീൻ ചെയ്ത് ഇത് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയും പരിശുദ്ധ അമ്മ ഓരോന്നറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ പപ്പയുടെ സർജറി പപ്പ ഇവിടെ ഇല്ലാത്തത് കാരണം പറയാൻ പറ്റത്തില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാണ് പപ്പേനെ തിരിച്ചു തന്നതെന്നും എല്ലാത്തിനും പപ്പയുടെ ജീവൻ തിരിച്ചു തന്നതിനും സർജറി സക്സസ്ഫുൾ ആയതിനും എല്ലാം ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിനും ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സന്ദർശിക്കുന്നുണ്ട്, വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്. വിശ്വാസമില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് രോഗികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ചാരിറ്റി ഉണ്ട്. ആ ചാരിറ്റിയിൽ എപ്പോഴും ഞങ്ങൾ പോകാറുള്ളവരാണ്. മീൻസ് അവിടെ ഓർഫൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണുള്ളത്. അവരെല്ലാവർക്കും പോയി ശുശ്രൂഷിക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതമായിട്ട് വിശുദ്ധ കുർബാന, കുമ്പസാരം മാസത്തിലൊരിക്കലാണ്. പിന്നെ വിശുദ്ധ കുർബാന ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ പോകാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ബൈബിൾ വായന, ഞങ്ങൾ ഒത്തിരി ശുദ്ധീകരിക്കുന്ന സമയമായിരുന്നു ഇതെല്ലാം. അതിലെല്ലാം ഈശോയോടൊക്കെ ഒത്തിരി അടുക്കാനും മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി നടത്തി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരി ദൈവത്തെ വിട്ട് ഒരു സമയം, അല്ലെങ്കിൽ ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ആത്മീയ ജീവിതം ഒത്തിരി ഡിസ്റ്റർബ് ആവുമായിരുന്നു. അതൊന്നും ഡിസ്റ്റർബ് ആവാതെ ഉടമ്പടിയിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അതിനും പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും പ്രത്യേകമായി കൃപാസനം എന്ന സ്ഥാപനത്തിനും എല്ലാത്തിനും ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദി. ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18-16 വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്ന്, ആഴങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആഴമുള്ള വെള്ളം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രത്യാശയില്ലാത്ത സാഹചര്യങ്ങളും പ്രതീക്ഷയില്ലാത്ത സമയങ്ങളുമാവാം. ആ സമയങ്ങളിലാണ് ദൈവം നമ്മെ കൈനീട്ടി പിടിക്കുന്നത്. ഉടമ്പടി ഒരു വലിയ ആത്മീയ വിശ്വാസ ബന്ധമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ നാം ആഴമുള്ള പെരുവെള്ളത്തിൽ വീഴാം. പക്ഷെങ്കിൽ ഉടമ്പടി വിശ്വാസമാണ് നമ്മെ വീണ്ടും പിടിച്ചുയർത്തുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കൃപാസന അമ്മയാണ് നമ്മളോടൊപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഉയർത്തുന്നത്, നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും തരണം ചെയ്യുവാനായിട്ട് അമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ജിനു ജോയ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോൾ കൊച്ചുമകൾ ഈ ബേബിയുടെ കാര്യമാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടിയിൽ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഈ കുട്ടിയുടെ ശരീരം മുഴുവനായിട്ട് ബ്ലൂ ആയി പോയി. പിന്നീട് ഒത്തിരി വലിയ ബ്രീതിങ് ട്രബിളും
ബോഡിയാകെ പെയിലായിപ്പോയി. പെട്ടെന്ന് ജനിച്ചപ്പോഴേ ട്രാൻസ്ഫർ ടു ദ NICUയിലേക്കാണ്. ലങ്സ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാതാവ് തന്നെയാണ് ഈ മകൾക്ക് 5 കാണിച്ചു കൊടുത്തത്. 5ാമത്തെ ദിവസം രോഗം സൗഖ്യപ്പെടുമെന്ന് ഇവർ പ്രതീക്ഷിച്ച് വിശ്വസിച്ചു. പക്ഷെങ്കിൽ അന്നൊരു ഹാർട്ട് അറ്റാക്ക് ആകുകയായിരുന്നു. സഞ്ചാരി മാതാവ് വീണ്ടും ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. പിന്നീട് ഇവർ മാർച്ച് 17 എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കയ്യിൽ ലഭിക്കണമേ എന്ന് പ്രത്യക്ഷീകരണപ്പെട്ട കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 17 എന്ന ഡേറ്റ് ഇട്ടതിൽ 7 എന്ന നമ്പറുണ്ട്, അമ്മയുടെ ഡേറ്റാണ്. അതിന് പ്രകാരം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് മാർച്ച് 17-ാം തീയതിയാണ് ഈ മകളെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞത് കാണ്ട് എക്സ്പ്ലെയിൻ എന്നാണ്. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു രീതിയിലാണ് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ഈ മകൾ ഇമേനെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് കംപ്ലീറ്റ് ഹീൽഡായിട്ട് കൊടുക്കുകയും ചെയ്തത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഒരു റെൻറ്റ് ഹൗസിന് വേണ്ടി ഓസ്ട്രേലിയയിൽ ശ്രമിച്ചു, അത് കിട്ടി. PR-ന് വേണ്ടിയിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും 2 വർഷം കഴിഞ്ഞു കിട്ടാവുന്ന PR-ആണ് 1 വർഷത്തിനുള്ളിൽ അവിടെ ഈ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇടപെട്ടത്. ആ മകളുടെ പ്രൊസീഡിങ്സ് എല്ലാം എത്രയും പെട്ടെന്ന് നടക്കുവാനും 2 വർഷത്തിനുള്ളത് 1 വർഷം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നടത്തി കൊടുക്കുകയും ചെയ്തത്. ഇവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. പ്രാർത്ഥനയിൽ മെഴുകുതിരിയിൽ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഹാർട്ടിൻ്റെ രൂപത്തിൽ അവിടെയും അമ്മ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഈശോയിലും അമ്മയിലും വിശ്വാസത്തോടെ നമ്മൾ വിശ്വാസം ഉറപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് കൈനീട്ടി വിളിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഉടമ്പടി മക്കളുടെ വിശ്വാസം. പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ അമ്മയുടെയും ഈ ദൈവത്തിൻ്റെയും കൂടെയാണ് നമ്മൾ ജീവിതയാത്ര, ഉടമ്പടി യാത്ര തുടരുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം മുങ്ങിപ്പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ പിടിക്കുവാൻ നീട്ടിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കുന്നത് ഒരു കൃപയാണ്. കാരുണ്യവാനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ ആഴങ്ങളിൽ നിന്ന് നമ്മെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീനു ജോയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ ദൈവാനുഗ്രഹം, പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യത്തിന് നമുക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ശ്യാമിനി. ഞാൻ ചമ്പക്കുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആഗസ്റ്റ് 2024 ആഗസ്റ്റ് 25-നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2018-ലാണ്. ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങളിവിടെ ആലപ്പുഴയിലെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്ത് അവിടെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ അറിയുന്ന പള്ളിയെക്കുറിച്ച് അറിഞ്ഞിട്ട് അവൾ പറഞ്ഞു, ചേച്ചി ഞാനിവിടെ പോയി ഉടമ്പടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു കുമിള പോലെ വന്നിട്ട് അതിങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് അത് വീഴുന്ന സ്ഥലം ഫുൾ ഇങ്ങനെ കറുത്ത് വന്നിട്ട് വീണ്ടും അതിൽ നിന്ന് കുരു വന്ന് മുഖം ആകെപ്പാടെ വികൃതമായിട്ടിരിക്കുകയാണ്. എനിക്ക് ആൾക്കാരുടെ മുന്നിലിറങ്ങി നോക്കാൻ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കും, ഇതെന്താ മുഖത്തിൻ്റെ ചിക്കൻ പോക്സ് വന്നതാണോ? ചിലപ്പോൾ ആൾക്കാരൊക്കെ അടുത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്കിനും അവർക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ദോഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവൾ ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ, ചേച്ചിക്ക് ഇതിൽ വിശ്വാസമാണോ? ഞാൻ ഈ ഉടമ്പടി തൈലം ചേച്ചിയുടെ മുഖത്ത് പുരട്ടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവളെൻ്റെ മുഖത്തത് പുരട്ടി 2 പ്രാവശ്യം അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും വൈകുന്നേരം അവളുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. 2 പ്രാവശ്യം ആ മുഖത്ത് എനിക്ക് ആ ഉടമ്പടി തൈലം പുരട്ടിയിട്ടുള്ളൂ. എൻ്റെ മുഖത്തെ ആ പാടെല്ലാം പോയി. പിന്നെ ഞാൻ മരുന്നൊന്നും തേച്ചിട്ടില്ല. എൻ്റെ മുഖം അതെല്ലാം മാറിക്കിട്ടി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്ന് അവൾ വന്ന് ഉടമ്പടി എടുത്തതാണ്. അങ്ങനെയാണ്
അതെന്നെ മാറി കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ അവളുടെ ഉടമ്പടി, അവളൊരു അഡ്മിഷൻ്റെ കാര്യത്തിനായിട്ട് പോയപ്പോൾ അവൾക്ക് പിന്നെ ആ ഉടമ്പടി അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലേക്ക്, ഹിന്ദുസാണ്, ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോയി. പിന്നെ ഉടമ്പടി ഇവിടെ വരിക, പള്ളി വരിക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. അത് അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു കടബാധ്യതയിലായി. ഹസ്ബൻഡ് ദുബൈയിലായിരുന്നു. അവിടെ വെച്ചിട്ട് നല്ലൊരു ജോലി സംബന്ധമായിട്ട് നല്ലൊരു കടബാധ്യതയുണ്ടായി. അങ്ങനെ ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. നല്ല രീതിയിൽ കടബാധ്യതയായിട്ടാണ് ദുബൈയിൽ പോയത്. ആൾ 3 വർഷം നാട്ടിൽ നിന്നു. ആ 3 വർഷം നാട്ടിൽ നിന്ന സമയത്ത് നല്ല രീതിയിൽ കടബാധ്യത ഉണ്ടായി. അത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, അച്ഛനില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കി പണിയെല്ലാം പൂർത്തിയാക്കിയത്, എൻ്റെ അനിയത്തിയുടെ കല്യാണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കടബാധ്യതയിൽ പെട്ടിട്ടാണ് ആൾ ദുബൈയിലേക്ക് പോയി. 3 വർഷം നാട്ടിൽ നിന്നിട്ടുള്ളൂ. അതിന് മുമ്പ് ദുബൈയിലായിരുന്നു. ആ 3 വർഷം കൊണ്ട് ആൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ വച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അതിൻ്റെ ഒരു ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാട്ടിലേക്ക് പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല. നാട്ടിലെ കടബാധ്യത വീണ്ടും കൂടി. വീട്ടിൽ കടക്കാർ വന്നിട്ട് ബഹളം വയ്ക്കുക, ഓരോ മൈക്രോ ഫിനാൻസ്, അത് ഇത്. എനിക്കാണെങ്കിൽ ആകെപ്പാടെ എന്താ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്താൽ അമ്മയോട് ഞാൻ പറയും, അമ്മ ഞാൻ വിഷം വാങ്ങിച്ചിട്ട് വരാൻ പോവാം, നമുക്ക് മരിക്കാം, എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരെയാലും ഏൽപ്പിക്കാൻ പോവാം. എന്നിട്ടില്ല, എനിക്ക് കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. അമ്മ നമുക്ക് 3 പേർക്ക് കൂടെ, എൻ്റെ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് 3 പേർക്ക് എങ്ങനെയാണെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യാം, അമ്മ എനിക്ക് വയ്യ, അമ്മ ഈ കടബാധ്യത. എല്ലാവരും വന്ന് ചീത്ത വിളിക്കുക, വീട്ടിൽ വന്ന് അതുപോലെ കടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു അനിയത്തിയുടെ കല്യാണമായപ്പോൾ റെസിഡൻ ദുബൈയിലായിരുന്നു. കാരണം എല്ലാ കാര്യത്തിനും ഓടി നടക്കേണ്ട കാരണം ഉണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്തത്. എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. അപ്പോൾ ജോലി എനിക്കും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഫോൺ ഓണാക്കി. ഞാൻ ഉടമ്പടി ഇവിടെ അന്ന് വന്ന് ഉടമ്പടി തൈലം തേച്ച് എനിക്ക് രോഗസൗഖ്യം കിട്ടി. അതിനുശേഷം വർഷങ്ങളോളം ഞാൻ പള്ളി വന്നിട്ടില്ല, ഞാൻ ഇതിലേക്ക് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഉടമ്പടി സാക്ഷ്യമോ അങ്ങനെ ഒന്നും, എനിക്ക് അന്ന് ഉടമ്പടി എന്താണെന്നൊന്നും ഒന്നും അറിയില്ല. അപ്പോഴാണ് എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയത്. ആ ഫോണിൽ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയത്. അപ്പോൾ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. ലിസി എന്ന് പറഞ്ഞ ചേച്ചി മാവേലി എക്സ്പ്രസിൻ്റെ മുന്നിൽ, അതൊരു 58 മിനിറ്റോളം ഉണ്ടായിരുന്നു സാക്ഷ്യം. അപ്പം ഞാൻ ജസ്റ്റ് അത് പിന്നെ കാണാം. പിന്നെ ഞാനിങ്ങനെ വീണ്ടും എനിക്ക് ആ സാക്ഷ്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ സാക്ഷ്യം ഓണാക്കി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എന്ന് വെച്ചിട്ട് ഞാനത് കേട്ടതാണ്. അത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞ് എന്നെ ആരും എന്താ ചെയ്ത പോലെ ഞാനിരുന്ന് കരയുമായിരുന്നു. ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. കരഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി വിളിച്ചു. അവളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന അവിടെ കളർകോടാണ്. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി വാ നമുക്ക് ഒരുമിച്ച് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ചങ്ങനാശ്ശേരിയിലാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ എനിക്ക് ലൊക്കേഷൻ എനിക്ക് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ആലപ്പുഴയ്ക്ക് വരാൻ വേണ്ടി ബസ്സിൽ കയറിയിരുന്നപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു, ലൊക്കേഷൻ ഇട്ട് വന്നു. എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ നിന്ന് നേരെ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ വന്നു. അവളുമായിട്ട് ഇവിടെ വന്നപ്പോൾ ടൈം പോയി, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവിടെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഞാൻ റിജക്റ്റായി, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിന് അവരെനിക്കിട്ട് തന്നു. അതിനെന്തിനു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നു. ഒരു മാസം കഴിഞ്ഞു തോന്നുന്നു. അവിടെ നിന്ന് ഞാൻ അതിനുശേഷം അടുത്ത ഞായറാഴ്ച വന്നിട്ട് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് പോയി. ഒന്നര ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ റിജക്റ്റ് ആയെന്ന് പറഞ്ഞ ആ സ്ഥലത്തു നിന്ന് തന്നെ അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ജോലിക്ക് പോയി. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ എനിക്കെല്ലാം വലിയ ശമ്പളം അങ്ങനെയല്ല, എന്നാലും എനിക്ക് അമ്മ മാതാവ് തന്ന ജോലി ആയതാണ്. എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരുവിധം അമ്മയ്ക്ക് ഇവിടെ കൊടുക്കും. അതുപോലെ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുമ്പോൾ ആ ഇൻസെൻറ്റീവിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് ഇവിടെ കൊണ്ട് നേരിച്ചു അതെടുത്തിട്ടേ ഞാൻ എന്താണെങ്കിലും അതും ചെയ്യാറുള്ളൂ. അങ്ങനെ ജോലി എനിക്ക് തന്ന് അനുഗ്രഹിച്ചു അമ്മ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് സത്യം പറഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ കടബാധ്യതയായിട്ട് ഞങ്ങൾ നടക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. അതെങ്ങനെ മാറി കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ നല്ല ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല.
പക്ഷേ ഹസ്ബൻഡിനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഈ വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മയോട്. ഹസ്ബൻഡിനെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി ഇപ്പോൾ എടുത്തു. ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസമാണ്. അനിയത്തിയുടെ ഹസ്ബൻഡ് ഗുരുബയിലേക്ക് പോയപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു കൊന്തയും കാശുരൂപവും കൊടുത്തു ഇട്ടിരുന്ന ആളിപ്പോൾ അത് കഴുത്തിലിട്ടുന്നുണ്ട്. ഉടമ്പടി എടുത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. അമ്മയിൽ ഇപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. ഈ കടബാധ്യതയെല്ലാം ഇങ്ങനെ തീർന്നപ്പോൾ ഇത് എങ്ങനെ മാറി കിട്ടിയെന്ന് ആൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. ഇത്ര പെട്ടെന്ന് ഈ കടമൊക്കെ തീർന്നത് എങ്ങനെയാണെന്ന് എന്നോട് എപ്പോഴും ചോദിക്കും. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകും. ഞാനിവിടെ ആലപ്പുഴയിൽ ക്ലാസ്സിന് വരും. അപ്പോൾ മിക്ക സൺഡേസിലും ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പത്രം വാങ്ങിയിട്ട് പോകാറുണ്ട്. ചങ്ങനാശ്ശേരി ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി ടൗണിൽ കൂടെ ഞാൻ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. ഞാൻ വഴി ഇവിടെ 1-2 പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാളിപ്പോൾ എൻ്റെ കൂടെ ഇനി വരാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടൗണിൽ കൂടെ എല്ലാം ഈ പത്രം കൊണ്ട് അവിടെ കൊടുക്കും. അതേപോലെ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. ഫുഡ് വീട്ടിലുണ്ടാക്കിയിട്ട് കാരുണ്യപ്രവൃത്തി എല്ലാവർക്കും വഴിയിലോരത്തുള്ള ടൗണിൽ കൂടെ എല്ലാവർക്കും വഴിയിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം. പിന്നെ പ്രാർത്ഥിച്ച അമ്മ മാതാവ്, കൃപാസന മാതാവ് എൻ്റെ തിരിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും അച്ഛനെ കാണാൻ വന്നിരുന്നു, എൻ്റെ അനിയത്തിയുടെ ഒരു വിസയുടെ കാര്യമായിട്ട്. പക്ഷെ അന്ന് എനിക്ക് അച്ഛനെ കാണുമ്പോൾ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളായിരുന്നു എൻ്റെ അച്ഛനോട്. പക്ഷെ അന്ന് എനിക്ക് അവൾ എന്നോട് കരഞ്ഞ് വിളിച്ച് പറഞ്ഞു, ചേച്ചി എൻ്റെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം അച്ഛനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അച്ഛനോട് പറയാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവി എനിക്കപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയോളം ഒരു ബാധ്യത അന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിരുന്നു, എനിക്ക് ഇന്ന ദിവസം അത് കൊടുക്കണം, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് അച്ഛൻ്റെ അടുക്ക് വന്ന് നിൽക്കുമ്പോൾ അവളുടെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് എനിക്ക് അച്ഛനോട് പറയാൻ പറ്റില്ല, അമ്മ മാതാവ് എനിക്കത് ആ പൈസ എനിക്ക് റെഡിയാക്കി തരണേന്ന് പറഞ്ഞു. അമ്മ എനിക്ക് 2 കാര്യങ്ങളും സാധിച്ചു തന്നു. അമ്മയ്ക്ക് അതിന് ഒരുപാട് നന്ദി. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 26-ാം തിരുവചനം. അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഞാൻ യഥാസമയം മഴ പെയ്യിക്കും, അത് അനുഗ്രഹവർഷമായിരിക്കും. ശ്യാമിനി എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുക്കുന്നതിനു മുൻപ് തന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നൽകുന്നതായി ഈ സഹോദരിയുടെ ഏറ്റുപറയുകയാണ്. പൂജയിലും അവരുടെ ആചാരങ്ങളിലൊക്കെ വിശ്വസിച്ച് തൻ്റെ മുഖത്ത് വന്ന കുരു ഒരു ദോഷമായിരിക്കാം എന്നെല്ലാം കരുതി വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അനുജത്തി എടുത്ത ഉടമ്പടിയിൽ നിന്നും അവർക്ക് ലഭിച്ച ഉടമ്പടി തൈലം സഹോദരിയുടെ മുഖത്ത് പുരട്ടി 2 പ്രാവശ്യം പുരട്ടിയപ്പോഴത്തേനും അവർക്ക് വളരെ പെട്ടെന്ന് സൗഖ്യമുണ്ടായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. തൻ്റെ ഹസ്ബൻഡിൻ്റെ കടബാധ്യത മൂലം അവർക്ക് വീണ്ടും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സാധ്യതകളില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു മരണത്തിൻ്റെ ഒരു വക്കിലായിരിക്കുമ്പോഴാണ് ഈ സഹോദരി ലിസി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യം. ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടിട്ടുള്ള ഒരു സാക്ഷ്യമാണത്. മാവേലി എക്സ്പ്രസിൻ്റെ മുന്നിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ ചേച്ചി ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് വളരെ ശക്തമായൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്ന ഈ അൾത്താരയിൽ തന്നെ. ആ സാക്ഷ്യം ഈ മകൾ കേട്ട നിമിഷത്തിൽ തന്നെയാണ് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഒരു വിടുതൽ, ഒരു വലിയ ആശ്വാസവും സമാധാനവും ഉണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഈ മകൾ പ്രാർത്ഥിക്കുന്നത്. അതിലൂടെ മകൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ വിടുതലും സന്തോഷവും സമാധാനവും അവരുടെ കടബാധ്യതയിൽ നിന്നുള്ള വിടുതലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനുള്ള സാധ്യതയും എല്ലാം ഈ മകൾ ഏറ്റുപറയുകയുണ്ടായി. നമ്മുടെ ഏത് തന്നെ സങ്കടത്തിൽ നാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ വില നൽകിയാണ് നമ്മെ വീണ്ടെടുക്കുന്നത്.
അതുപോലെ തന്നെ സഹോദരി പറയുകയുണ്ടായി, അനിയത്തിക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന്, ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ എനിക്കും കൂടി ഒരു അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചുവെന്ന്. ജോസഫ് അച്ഛൻ്റെ കൈകളിലൂടെയാണ് ഈശോ നമുക്ക് അനുഗ്രഹം തരുന്നത്. ആ കൈകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നാം കൃത്യമായും ഉടമ്പടി പാലിച്ച് ഈശോയുടെ വിശ്വസ്തയോടെ ജീവിക്കുക എന്നാണ് ഓരോ തവണയും നമുക്ക് ഉടമ്പടി കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കങ്ങനെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ചുകൊണ്ട് എപ്പോഴും ഈശോയോട് നന്ദിയുള്ളവരായിരിക്കാം. ശ്യാമിനിയുടെ ഈ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടി. എൻ്റെ പേര് ഷീജ അക്കിൻ, ഇതെൻ്റെ ഹസ്ബൻഡ് അക്കിൻ, മോള് ആഷ്ന അക്കിൻ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മൂന്നാമതും സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ എത്തിച്ചതിന് എൻ്റെ അമ്മയ്ക്കും കർത്താവിനും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ആഗസ്റ്റ് 2022 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ആഗസ്റ്റ് 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ ഉടമ്പടി ഇപ്പോൾ 7ാമത്തെ പ്രാവശ്യമാണ് പുതുക്കിയിരിക്കുന്നത്. ഇത്രയും ഉടമ്പടി എടുത്ത് ഇത്രയും നാൾ വരെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് ഉടമ്പടി പാലിച്ച് തന്നെ പോരുകയാണ്. ഇന്ന് ഞാൻ ജർമ്മനിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരുവാണ്. മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ അഖണ്ഡ ജപമാല റാലി കൂടി ഞാൻ ജോസഫ് അച്ഛനെ കണ്ടാൽ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടായിരുന്നു പോയത്. എനിക്ക് അവിടെ ജർമ്മനിയിലൊരു പ്രത്യേകം ഒരു എക്സാമുണ്ട് ഞങ്ങൾക്ക്, നേഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു എക്സാം. അത് ഞങ്ങൾക്ക് 2 ചാൻസേ ഉള്ളൂ. അപ്പം 2ാമത്തെ പ്രാവശ്യവും കിട്ടിയില്ലെങ്കിൽ നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോരണമെന്നാണ്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവണമെന്നും പറഞ്ഞ് എനിക്ക് ആ എക്സാമിന് പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചാൽ എനിക്കത് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുക്കാൻ നിന്നപ്പം നമുക്ക് ഇവിടുത്തെ പോലെ എക്സാമിന് അവർ ഹാൾ ടിക്കറ്റ് ഒന്നും തരത്തില്ല. അവർ നമ്പർ മാത്രം എന്നാണെന്ന് എക്സാം എന്നുള്ളത് നമ്മളെ ഫോൺ വിളിച്ച് അറിയിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്ത് ഇവിടെ വന്നപ്പം അച്ഛനെ കാണാൻ വേണ്ടി നിന്നപ്പം എന്നോട് ഹാൾ ടിക്കറ്റ് അവർ ചോദിച്ചു. അപ്പോൾ ഈ എഴുതിയ ഈ രേഖ വെച്ച് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, അച്ഛൻ സമ്മതിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മേ, മാതാവിനെ അറിയാമല്ലോ, എൻ്റെ കയ്യിൽ വേറെ രേഖയൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അച്ഛൻ്റെ അടുത്ത് കാണാൻ വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ അച്ഛൻ എന്നെ പ്രത്യേകമായി ബ്ലെസ് ചെയ്ത് കാശുരൂപം തന്നുവിട്ട് പോയി രക്ഷപ്പെടുക എന്ന് പറഞ്ഞു. അതുതന്നെ എനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ജനുവരിയിൽ എക്സാം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തീരണമെങ്കിൽ ജനുവരി ലാസ്റ്റൊക്കെ ആവും. അപ്പം എൻ്റെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഒക്ടോബർ 19 എടുത്തത് ജനുവരി 19 തീരുന്നതുകൊണ്ട് അതിന് മുമ്പ് മാതാവ് തന്നെ എനിക്കൊരു ഡേറ്റ് തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഞാൻ പോയി ഒരാഴ്ച ആകുന്നതിന് മുമ്പ് അവിടുന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് ജനുവരി 16 എക്സാമിന് ഡേറ്റ് കിട്ടിയെന്ന്. അപ്പം തന്നെ എനിക്ക് ബോധ്യമായി മാതാവ് ഇടപെട്ടു എന്നുള്ളത്. അങ്ങനെ എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് പാസ്സായില്ലെങ്കിൽ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സും എല്ലാവരും എന്നോട് പറഞ്ഞ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ കർത്താവ് ഇടപെടും, മാതാവ് സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാനൊരു പേപ്പറിൽ ഡേറ്റ് ഇട്ട് മാതാവിനോട്, പിന്നെ ജനുവരി 21 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുള്ളത് പോലെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ഗിഫ്റ്റായിട്ടും അമ്മ എന്നെ ജയിപ്പിക്കണം എന്നും പറഞ്ഞ് ഞാനൊരു പേപ്പറിൽ എഴുതി ഉടമ്പടി ഉപ്പ് ഇട്ട് വിശ്വാസ പ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ എക്സാമിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എക്സാം ഇരിക്കുന്ന റൂമിലും എല്ലാം ഉടമ്പടി ഉപ്പിട്ടാണ് ഞാൻ കയറിയത്. പിന്നെ ഉടമ്പടി കാശുരൂപം എപ്പോഴും ഞാൻ കൈ കൊണ്ടു നടക്കാറുണ്ട്, ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റാറില്ല. ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ പോക്കറ്റിലിടും. എപ്പോഴും ഉടമ്പടി കാശുരൂപം കയ്യിലുള്ളത് എനിക്കൊരു വല്ലാത്തൊരു ധൈര്യമാണ്. അങ്ങനെ ഞാൻ എക്സാമിന് കയറി. എനിക്ക് ആദ്യത്തെ പരീക്ഷനെ കഴിഞ്ഞും അങ്ങനെ വലിയൊരു ഈസി ആയിട്ടൊന്നും അല്ലായിരുന്നു. എനിക്ക് പറയാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊരു 5 മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞ് അവരത് പറയും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്തും ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ എന്നോട് വിളിച്ച് പറഞ്ഞു എക്സാം പാസ്സായെന്ന് പറഞ്ഞു.
അത് എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവിൻ്റെയും കർത്താവിൻ്റെയും സഹായം കൊണ്ട് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചതെന്ന്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അച്ഛൻ പറയാറുള്ളത് പോലെ എപ്പോഴും ഞാനത് പറയാറുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ അതിങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ച് ഉടമ്പടി തൈലം വെച്ച് കാശുരൂപം ഉടമ്പടി തൈലം കൊണ്ടും കാശുരൂപം കൊണ്ടും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിന് പാങ്ക്രിയാറ്റിസിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് പുള്ളിക്കാരന് വയറുവേദനയൊക്കെ ആയിട്ടൊരു വയ്യാതെ വന്നായിരുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം മാതാവായിട്ട് എനിക്ക് തോന്നിച്ചു ഇങ്ങനെ പോയി സ്കാൻ ചെയ്ത് നോക്കാം എന്താണെന്ന് അറിയില്ല എന്നുള്ളത്. അങ്ങനെ ബ്ലഡ് റിപ്പോർട്ട് സ്കാനിങ് ചെയ്ത് നോക്കിയപ്പം ഞാനിവിടെ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. ഡോക്ടർ ഇങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞു പാങ്ക്രിയാസിൽ ഇൻഫ്ലമേഷനാണ്, അത് കൂടുതലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെയാണ് ഹസ്ബൻഡിന് ഇവിടെ ഭയങ്കര ടെൻഷനുമായി. ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവ് സഹായിക്കും. ഞാൻ വിശ്വാസത്തോടെ എൻ്റെ വയറയിൽ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പുള്ളിക്ക് വേണ്ടി വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അടുത്ത പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞ് നോക്കിയപ്പോൾ അത് നോർമലായിരുന്നു. പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെയും ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിന് വന്നിട്ടേ ഇല്ല. അത് മാതാവിൻ്റെ ഇടപെടലാണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്കവിടെ ഇൻറ്റൻസീവിലായിരുന്നു ഡ്യൂട്ടി. ഞാൻ ഇവിടെ ഇൻറ്റൻസീവിൽ തന്നെ ചെയ്ത് അവിടെ ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം. ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റും കുറച്ച് ഏജ് ആയിട്ടുള്ള പേഷ്യൻറ്റും ഇൻറ്റൻസീവിലാണ്. കുറച്ച് റിസ്ക് ആണെങ്കിലും എനിക്ക് അവിടെ ആ പേഷ്യനെ നോക്കാനായിരുന്നു എനിക്കിഷ്ടം. അപ്പം ഭാഷ ഇമ്പ്രൂവ് ആകണമെന്നൊക്കെ പറഞ്ഞ് അവർ വാർഡിലോട്ട് ഇങ്ങനെ ഡ്യൂട്ടി മാറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അടുത്ത ആഴ്ച തൊട്ട് അവിടെയാണ് ഡ്യൂട്ടി, ഒരു തരത്തിലും മാറ്റി തരത്തില്ല. ഞാൻ അവരോടെല്ലാം പറഞ്ഞു നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും പറയാം, വേറെ ആരോടും ഞാൻ പറയുന്നില്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ ഇതുപോലെ എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ഉടമ്പടി ഉപ്പിട്ട് ഇങ്ങനെ മാതാവിൻ്റെ പാദത്തെങ്കിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ICUന്ന് ഇറങ്ങി. ലാസ്റ്റ് അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റാൻ മാതാവ് സമ്മതിക്കല്ല് അങ്ങനെ പറഞ്ഞ് എൻ്റെ നെയിം ബോർഡിൻ്റെ അവിടെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ കൂടെ ഉള്ളവരോട് ഞാൻ ഉറപ്പ് പറഞ്ഞു, ഇല്ല എന്നെ ഇവിടുന്ന് ആരും മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ അവിടെ ഡ്യൂട്ടി ഇടത്തില്ല എന്ന് പറഞ്ഞിരുന്നവർ അടുത്ത ബുധനാഴ്ച എന്നെ മാറ്റുന്ന ദിവസം എന്നോട് വന്ന് പറഞ്ഞു നീ ഇവിടെ തന്നെ നിന്നോന്ന്. അത് എൻ്റെ അവിടെയുള്ള എല്ലാ കൂട്ടുകാർക്കും വലിയ അത്ഭുതമായി. അവരെല്ലാം പറഞ്ഞു ചേച്ചി മാതാവിനോടുള്ള പ്രാർത്ഥന ഭയങ്കര ശക്തിയാണ് എന്നും പറഞ്ഞ് പിള്ളേരെല്ലാം എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എന്നോട് പറയാറുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ ലൈറ്റിക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടും അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ച ഒരു കാര്യവും ഇതുവരെയും സാധിച്ചു തരാതിരുന്നിട്ടില്ല. ഉടമ്പടി ഉപ്പിൻ്റെ ശക്തി അതൊരു വളരെ ഒരു പ്രത്യേകമായ അനുഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ മാതാവിനോടും ഈശോയോടും എപ്പോഴും തന്നെ വർത്തമാനം പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്. എന്ത് വിഷമത്തിൽ ഞാൻ എപ്പം ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചാലും അതിനൊരു മറുപടി തരുന്നത് പോലെ എനിക്ക് തരാറുണ്ട്. സങ്കീർത്തനം 118 പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ. എപ്പോഴും ഞാൻ ആ വചനം എടുത്ത് വായിക്കും. പിന്നെ ആവർത്തന പുസ്തകത്തിൽ ഞാനിങ്ങനെ ഒരു ദിവസം വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പം എനിക്ക് കിട്ടിയ വചനമാണ് ആവർത്തന പുസ്തകം 20. മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ശത്രുക്കളെയും രഥങ്ങളെയും നിന്നിലധികം ജനത്തെയും കണ്ട് പേടിക്കരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ എപ്പോഴും മനസ്സിലിത് ഓർക്കാറുണ്ട്. എന്നാലും എനിക്കൊരു പ്രത്യേക ധൈര്യം കിട്ടാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞാനിവിടെ വന്ന് പത്രം വാങ്ങിക്കുമ്പോഴെല്ലാം എപ്പോഴും തന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പേഷ്യനെ കണ്ട് പത്രം കൊടുക്കാറുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബറിൽ വന്ന് ഞാനങ്ങനെ പത്രം കൊടുത്തപ്പം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർക്ക് ഒരു സാമ്പത്തിക സഹായമായിട്ടും പത്രവും ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം അന്ന് ഭയങ്കര മഴയായിരുന്നു. മഴ കണ്ടപ്പോൾ എനിക്ക് ടോക്കൺ ഇല്ലാതെ കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അവിടെ കുറേ ആൾക്കാരുണ്ട് അവർക്ക് കൊടുത്തിട്ട് പോരാമെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവ് ഈശോയും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുവാണ് വാർഡിൽ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യൻ്റെ അടുത്ത് തന്നെ പോയി കാണണമെന്ന്. അങ്ങനെ ഞാൻ വാർഡിൽ ചെന്നപ്പോൾ അവിടെ തീരെ വയ്യാതെയുള്ള കുറേ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ പത്രം കൊടുത്തപ്പം ഒരു 2 പേരതിങ്ങനെ വാങ്ങിക്കാൻ മടിയായിട്ട് അവരുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്തിൽ നിന്ന് വരുക, അങ്ങനെ തട്ടിപ്പും അങ്ങനെ ഒന്നും അല്ല, പൈസ തന്ന് നിങ്ങൾ വാങ്ങിക്കാൻ മടിയൊന്നും കാണിക്കണ്ടെന്ന്. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക
ഞങ്ങൾക്ക് തോന്നുന്നു മോളെ ദൈവമായിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്. അവരാണെങ്കിൽ സ്കാനിങ്ങിന് പോകാൻ വേണ്ടി പൈസ ഇല്ലാതെ അവരൊരു 750 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അവരിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഒരാൾ കൊച്ചിനെയും കൊണ്ട് ഡിസ്ചാർജ് ആയി പോകാൻ വേണ്ടി വണ്ടി പോലും പിടിക്കാൻ കാശില്ലാതെ അങ്ങനെ പറഞ്ഞ് ഞാൻ എപ്പം പത്രം കൊടുത്താലും എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ജർമ്മനിയിലോട്ട് പോയപ്പം ജർമ്മൻ പത്രം വാങ്ങിച്ചുകൊണ്ട് അവിടുത്തെ പള്ളിയിൽ മാതാവിൻ്റെ കാശുരൂപവും ജർമ്മൻ പത്രവും എല്ലാം കൊടുത്ത് അവരോടും എനിക്ക് അറിയാവുന്ന ഭാഷയിൽ അവരോട് പറഞ്ഞു. പിന്നെ അവിടെയുള്ള എല്ലാ മലയാളി പിള്ളേർക്ക് ഞാൻ പോകുമ്പോഴെല്ലാം പത്രം വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കുകയും അവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കാറുമുണ്ട്. അവിടെ എന്നെക്കൊണ്ട് പറ്റുന്നവരോടെല്ലാം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും മാതാവിനോട് ഉള്ള ജപമാലയുടെ ശക്തിയെല്ലാം പറയാറുമുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാറുണ്ട്. അതുകൂടാതെ ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ ഇതുവരെ ഒരു ഉടമ്പടി ധ്യാനം പോലും ഞാൻ ചൊവ്വാഴ്ചത്തെ മുടക്കിയിട്ടില്ല. ഇത്രയും നാളുകൊണ്ട് എനിക്ക് ചൊവ്വാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആഴ്ച ഏതെങ്കിലും ദിവസം അത് കൂടും. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ആഴ്ചയും രാവിലെ ഡെയിലി ബ്രെഡ് കൂടും. ഞാൻ യൂട്യൂബിൽ വേറെ ഒരു കാര്യങ്ങളും തന്നെ കേൾക്കാറില്ല. സ്ഥിരമായിട്ട് സാക്ഷ്യം കാണുകയും ഇവിടെ ജീവവചസ്സുകൾ ജോമോൾ സിസ്റ്ററിൻ്റെ വചന ശുശ്രൂഷ, വിജയകുമാർ ബ്രദറിൻ്റെ, അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ തന്നെ റൂമിലുള്ളൂ. അപ്പോൾ എനിക്കത് ഒച്ചത്തിൽ വെച്ച് കേട്ടോണ്ട് ഞാനിങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുമൊക്കെ ഇങ്ങനെ മാതാവിനോടും ഈശോയോടും വർത്താനം പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ് ഇത്. അതുപോലെ കാരുണ്യപ്രവൃത്തി എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ ആ കൊച്ചിന് മോടെ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയൊക്കെ പറയുമ്പോഴെല്ലാം അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആര് സഹായം ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഈ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് അവർ തരും. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എല്ലാവരും പറഞ്ഞു കുറഞ്ഞത് 1 മാസമെങ്കിലും അല്ലെങ്കിൽ 3 മാസം കൊണ്ടാണ് എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതും ഇതുപോലെ ഉടമ്പടി ഒപ്പിട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനതിന് ആപ്ലിക്കേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് ആ സർട്ടിഫിക്കറ്റും കൂടെ തരണം, ഞാനിവിടെ വരുമ്പോൾ അത് പ്രത്യേക സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതെനിക്ക് 3 ആഴ്ച കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റും തന്നു. അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫാമിലി വിസയ്ക്ക് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇനി ബാക്കിയുള്ള പേപ്പർ വർക്ക് എല്ലാം ചെയ്യണമെന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവിടെ ജർമ്മൻ കുർബാനയാണ് എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുമ്പോഴെല്ലാം പള്ളിയിൽ പോവുകയും അവിടുത്തെ പള്ളികളിലാണെങ്കിലും അവർക്ക് ഇങ്ങനെ നമ്മൾ ദൈവികപരമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ എല്ലാ ശുശ്രൂഷയ്ക്കും പോകുന്ന എല്ലാവർക്കും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോവുകയും അങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പം പള്ളിയായിട്ട് അവിടെയും ഞാൻ എല്ലാവരുമായിട്ടും ഭയങ്കര ഇതും പ്രാർത്ഥനയും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാത്തിനും പോകാറുണ്ട്. പിന്നെ ജപമാല ഞാൻ ഒരു ദിവസം പോലും ഞാൻ ജപമാല മുടക്കാറില്ല. പിന്നെ ആഴ്ചയിൽ എനിക്ക് 2 ദിവസം ലീവ് കിട്ടും. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ലീവ് കിട്ടാറുണ്ട്. അപ്പോൾ അതിലൊരു ദിവസം ഞാൻ തന്നെ 1000 മണി ജപമാല ഞാൻ രാവിലെ വെളുപ്പിന് ഡെയിലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് അഖണ്ഡ ജപമാല ഞാൻ തന്നെ ഇരുന്ന് 1000 മണി ജപമാല ചൊല്ലി ലോക സമാധാനത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, എല്ലാത്തിനും വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ മാതാവിൻ്റെ സഹായത്തിലൂടെ കർത്താവ് എനിക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി സാധിച്ചു തന്നതാണ്. എല്ലാം ഞാൻ എപ്പോഴും അപ്പ അമ്മയെന്ന് വിളിച്ച് നമ്മുടെ മാതാപിതാക്കളോട് പറയുന്ന പോലെ എപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തും അതുകൊണ്ട് ആകുലതയോ അങ്ങനെയൊന്നും ഇല്ല. ഇനിയും പ്രത്യേകിച്ച് എനിക്ക് നിയോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെയും നിയോഗങ്ങളില്ലെങ്കിലും എൻ്റെ എല്ലാ കാര്യവും സാധിച്ചു തന്ന് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ലെങ്കിൽ എന്തായാലും ഞാൻ മരണം വരെ ഉടമ്പടിയിൽ തന്നെ ആകുമെന്ന്, ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ എൻ്റെ മാതാവിനും ഈശോയ്ക്കും വാക്ക് തന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു അപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. കഷ്ടതയിൽ ദൈവത്തെ വിളിക്കാൻ ഉടമ്പടി ഒരു വഴിയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ചിലപ്പോൾ ഉടമ്പടിയിൽ ഉടനടിയാവാം. ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് താങ്ങാനാവാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ശക്തി നൽകാം. ചിലപ്പോൾ പുതിയ വഴികളായിരിക്കും നമുക്ക് തുറന്നു തരുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും നിലകൊള്ളാനുള്ളൊരു ശക്തിയാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. പ്രാർത്ഥനയാണ് ആ വഴിയിലേക്കുള്ള വാതിൽ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ യോഗ്യതയെ ആശ്രയിച്ചല്ല, പക്ഷേ നമ്മുടെ വിളിയെ ആശ്രയിച്ചാണ്. ഉടമ്പടി മക്കളുടെ ഒരു ദൈവവിളിയാണ്
ഒരു തിരഞ്ഞെടുക്കലാണ്. നാം ഇവിടെ വന്നിരുന്നെങ്കിൽ, ഇന്നിവിടെ വന്നെങ്കിൽ, പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നെങ്കിൽ ഇതൊരു വിളിയാണ്. ഈശോയും അമ്മയും അറിയാതെ ഇവിടെ ആരും വരാറില്ല. നാം ഇവിടെ വന്നെങ്കിൽ നമ്മളെ കൊണ്ടുവന്നതാണ്. നാം തളരുമ്പോഴും ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോഴും ദൈവം ഉടനെ പ്രതികരിക്കുന്ന ഒരു രക്ഷകനായ ദൈവമാണ്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഈ ആലയത്തിലുള്ളത്, കൃപാസനമമ്മ. ഒരുപക്ഷെ നാം പലപ്പോഴും പല ബുദ്ധിമുട്ടുകളിലാവാം, രോഗാവസ്ഥയിലോ വേദനയിലോ കടബാധ്യതയിലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലോ ബന്ധങ്ങളിലെ തകർച്ചകളിലോ ആവാം. നമ്മൾ ശ്രമിച്ചിട്ടും മുന്നോട്ട് എങ്ങനെ പോകും എന്ന ഒരു വിചാരത്തിലാവാം. വചനം പറയുന്നത്, നിൻ്റെ കഷ്ടതയിൽ കർത്താവിനെ വിളിക്കൂ, നീ തകർന്നിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കുന്നു എന്നാണ്. ജീവിതത്തിലെ ഏത് കഷ്ടതയായാലും വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അടുത്തറിഞ്ഞ ഷീജയും കുടുംബത്തിൻ്റെയും ഒരു വലിയ ദൈവസാക്ഷ്യമാണ്, അനുഭവ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഈശോയും അമ്മയാണ് നാം കാണുന്നത്. കരുണി പ്രവൃത്തികളും ഈ മക്കൾ മറന്നില്ല. ആവശ്യമുള്ള ദോസ് ഹു ആർ ഇൻ നീഡ്, ആവശ്യമുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ മക്കളെ സഹായിച്ചത്. നമ്മൾ കേട്ടു ആ സഹായം കൊടുത്ത ആ സഹോദരൻ്റെ വാക്കുകൾ. ഓരോരുത്തരും നമ്മളറിയാതെ പോകുന്ന സങ്കടങ്ങൾ ഒരുപക്ഷെ പരിശുദ്ധമ്മ നമ്മളോട് പറയും, അവരിലേക്ക് പോകൂ, അവിടെ കൊണ്ടുപോയി കൊടുക്കൂ എന്നൊക്കെ. അത് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ ആ സ്വരശ്രവിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഇവർക്ക് കിട്ടിയത്. അങ്ങനെയാണ് ആവശ്യമുള്ള നീടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ എത്രയോ പേരെ കണ്ണുനീരൊപ്പുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഉടമ്പടിയിലൂടെ. നമ്മുടെ കഷ്ടതകൾ മാത്രമല്ല, മറ്റുള്ളവരുടെ കഷ്ടതകളും നമ്മുടെ കാരുണ്യ പ്രവർത്തികളിലൂടെയാണ് അവരുടെ കണ്ണീരൊപ്പുവാനും ഈശോ അമ്മയെ നമ്മെ അനുഗ്രഹിക്കുന്നത്. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ സാക്ഷ്യമാണ്, ഒരു ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ജീവിതത്തിലെ ഏത് കഷ്ടതയായാലും വിശ്വാസത്തോടെ നമുക്കും നമ്മുടെ കർത്താവിനെ വിളിക്കാം. ഈശോയെ അമ്മയും നമ്മെ രക്ഷിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കാം. കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ വഴി നമ്മുടെ എല്ലാ കഷ്ടതകളും ദൈവത്തിൻ്റെ രക്ഷാനുഭവമായി ചേർത്ത് നിർത്തി നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ഷീജയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഇന്ന് തന്നെ അവരുടെ ആ വാക്ക് പാലിച്ചത്, ഇന്ന് ജർമ്മനിയിൽ നിന്ന് വന്നത് നേരെ പരിശുദ്ധ അമ്മയുടെ അരികിലേക്കാണ്, സ്വന്തം വീട്ടിലേക്കല്ല, കൃപാസനം അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുവാനായിട്ടാണ്. അതും ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മുടെ സ്നേഹപ്രകടനമാണ്, നമുക്ക് അമ്മയോടുള്ള സ്നേഹമാണ്. ഈ മക്കൾ കാണിച്ച ഈ